സ്വാഗതം ചെയ്യുന്നു. ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. ശ്രീ ദക്ഷിണാമൂർത്തയേ നമഃ. നമസ്തേ ശാരദേ കാശ്മീരപുരവാസിനി ത്വാമഹം പ്രാർത്ഥയേ നിത്യം വിദ്യാദാനം ച ദേഹി മേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ ഒരു ചാരിതാർത്ഥ്യമുണ്ട്. ലോകത്ത് ഉള്ള എല്ലാവരും ഒരുമിച്ച് ഭഗവത്പാദ ശങ്കരാചാര്യരുടെ പേരില് ഈ വൈശാഖ മാസത്തിൽ നിരന്തരം അനേകം പ്രബുദ്ധരായിട്ടുള്ള പണ്ഡിതരായിട്ടുള്ള ആചാര്യന്മാരുടെ ഒരു സംവാദ പരമ്പര, പ്രഭാഷണ പരമ്പര തന്നെ നടത്തി ആചാര്യസ്വാമിജികളുമായിട്ട് ബന്ധപ്പെട്ട അനേകം വിഷയങ്ങള് ഇതിൽ ചർച്ച ചെയ്തു. അദ്വൈത ആചാര്യനായിട്ടുള്ള ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ എല്ലാ മേഖലകളെയും, അതായത് വേദം മുതൽ തുടങ്ങി വൈദികമായ കാര്യങ്ങളും അതുപോലെ ഔപനിഷദ് വേദ്യങ്ങളായിട്ടുള്ള വിഷയങ്ങളും, തുടർന്ന് തന്നെ നമ്മളിപ്പോ ദേവാലയങ്ങളുടെ ആചാരങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പൂജാവിധികള്, ദേവാലയങ്ങളുടെ പുനർനിർമ്മാണം, പിന്നെ സ്തോത്രങ്ങളുടെ രചന, ഭാഷ്യങ്ങളുടെ രചന, ഇങ്ങനെ സനാതന ധർമ്മത്തിന്റെ എല്ലാ സ്തംഭങ്ങളെയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ആചാര്യസ്വാമിജികൾ ചെയ്ത കാര്യങ്ങള്, അദ്ദേഹത്തിന്റെ ജീവിത പ്രയാണം കാലടിയിൽ നിന്ന് ആരംഭിച്ച് കേദാരത്ത് സമാപിച്ചതായിട്ടുള്ള ആ ജീവിത പ്രയാണം, ഇതെല്ലാം സംബന്ധിച്ച് ഇവിടെ പല വിഷയങ്ങളിലൂടെ ചർച്ച ചെയ്തു. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. TVSRC എന്ന ഒരു സംസ്ഥയുടെ, ഒരു കൂട്ടായ്മയുടെ കീഴില് ഇങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള കാര്യം നിരന്തരം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് നിങ്ങളുടെ ആ സനാതന ധർമ്മത്തോടുള്ള ശ്രദ്ധയും ഭാവവുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഇന്നും നാളെയും ഈ വിഷയത്തെക്കുറിച്ച് അദ്വൈത ആചാര്യൻ സ്തോത്രാദികള് എങ്ങനെയാ രചിച്ചത്, എന്താണ് അതിന്റെ സാരം, എങ്ങനെയാണ് അദ്വൈത സിദ്ധാന്തം സ്തോത്രാദികളിലൂടെ ആചാര്യൻ പ്രകടമാക്കിയത് എന്ന വിഷയത്തെ സംബന്ധിച്ച് സംവാദിക്കാം. നമുക്കറിയാവുന്നതാണ്, ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരില്, അദ്ദേഹത്തിന്റെ പേരിൽ പറയപ്പെടുന്ന പല കൃതികളും പിന്നെ വന്ന
ശങ്കരാചാര്യ പീഠങ്ങളിൽ ഉണ്ടായിരുന്ന ആചാര്യന്മാർ രചിച്ചതാണ് എന്നൊരു പക്ഷവുമുണ്ട്. ആ പക്ഷം അങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെ ആചാര്യസ്വാമിജികളുടെ പേരില് ഇന്ന് നമുക്ക് 167 ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് പേരിൽ നമുക്ക് ഗ്രന്ഥങ്ങളായിട്ട് ലഭിച്ചിട്ടുള്ളവയാണ്. പിന്നെ ഇപ്പോ നമുക്ക് കിട്ടാത്തതായിട്ടുള്ള, എന്നാൽ അദ്ദേഹത്തിന്റെ പേരിൽ പറയപ്പെടുന്നതായിട്ടുള്ള ഇനിയും ഒരു 7-8 ഗ്രന്ഥങ്ങളുണ്ട്. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങളുടെ കർത്താവായിട്ട് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളെ നമ്മൾ ബഹുമാനിക്കുന്നു. ഈ ഗ്രന്ഥ പരമ്പരയില് ഏറ്റവും കൂടുതൽ സംഖ്യയിൽ നമുക്ക് പറയാൻ സാധിക്കുക ഏകദേശം 94ഓളം വരുന്ന സ്തോത്രങ്ങളാണ്. അതില് ശ്രീ ഗണേശനെ കുറിച്ചുള്ള സ്തോത്രങ്ങള് 3-4 അതുണ്ട്. പിന്നെ ശിവനെ കുറിച്ചുള്ള സ്തോത്രങ്ങള്, ദേവിയുടെ സ്തോത്രങ്ങള്, വിഷ്ണുവിന്റെ നദികളെ പുകഴ്ത്തുന്നതായിട്ടുള്ള സ്തോത്രങ്ങള്, നദികളുടെ സ്തുതി, ഇപ്പോ ഗംഗയെയും യമുനയെയും നർമ്മദയെയും ഒക്കെ സ്തുതിക്കുന്ന സ്തുതികള്, പിന്നെ കാശി ക്ഷേത്രത്തെ കുറിച്ചുമൊക്കെ പറയുന്ന സ്ഥല മഹാത്മ്യത്തെ പറയുന്ന സ്തോത്രങ്ങൾ. ഇത് കൂടാതെ വേദാന്തത്തിൻ്റെതായിട്ടുള്ള സ്തോത്രങ്ങളുമുണ്ട്. ഇപ്പൊ നിർമ്മാണാഷ്ടകം പോലുള്ള സ്തോത്രങ്ങള്, പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത ആത്മതത്വം എന്നൊക്കെ തുടങ്ങുന്ന സ്തോത്രങ്ങള്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ പഞ്ചദേവതകളുടെ സ്തോത്രങ്ങളും പൗരാണികമായിട്ടുള്ള മറ്റ് സ്തോത്രങ്ങളും എല്ലാം ഭഗവത്പാദ ശങ്കരാചാര്യർ രചിച്ചിട്ടുണ്ട്. ഏറ്റവും ആശ്ചര്യമായിട്ടുള്ള കാര്യം, ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെ കേവലാദ്വൈത സിദ്ധാന്തത്തെ അംഗീകരിക്കാത്ത ദ്വൈതവാദികളായിട്ടുള്ള, ഇന്നും ഉള്ള ദ്വൈതവാദികളായിട്ടുള്ള വൈഷ്ണവരൊക്കെ സ്തോത്രങ്ങളുടെ രൂപത്തിൽ ഭഗവത്പാദ ആചാര്യ സ്വാമിജികൾ എഴുതിയിട്ടുള്ള സ്തോത്രങ്ങളെ ഒക്കെ അവരെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം അമ്പലങ്ങളിലും അവരുടെ തീർത്ഥസ്ഥാനങ്ങളിലും ഒക്കെ സ്തോത്രങ്ങളായിട്ട് ചൊല്ലുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും നല്ല സ്തോത്രങ്ങള് ഇത്രയും ഭാവത്തോടു കൂടി വിഭിന്ന ഛന്ദസ്സുകളില് മറ്റ് ആചാര്യന്മാർ ആരും രചിച്ചിട്ടില്ല. അല്ലെങ്കിൽ മറ്റ് ആചാര്യന്മാരുടെ പേരിൽ അത്തരം സ്തോത്രങ്ങൾ ഇന്ന് ഉപലബ്ധമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് ദേവതയെ കുറിച്ച് നമ്മള് ചിന്തിക്കുമ്പോഴും പ്രാർത്ഥനാ രീതിയിൽ ചൊല്ലുമ്പോഴും, ഇപ്പൊ ഹനുമത് പഞ്ചകം, ശ്രീരാമനെ കുറിച്ച് ഭുജംഗപ്രയാതം, ഇങ്ങനെ ഏത് ദേവതയെ കുറിച്ച് ചൊല്ലുമ്പോഴും ഭഗവത്പാദ ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങൾ ഇല്ലാതെ നടപ്പില്ല എന്ന് തന്നെ പറയാം. അപ്പൊ അത് നമുക്ക് ആചാര്യസ്വാമിജികളുടെ ആ മഹിമയെ, അല്ലെങ്കിൽ സൈദ്ധാന്തികമായിട്ട് എല്ലാ ഭേദങ്ങളും നിലനിൽക്കെ തന്നെ അദ്ദേഹത്തിന്റെ സർവലോക അംഗീകാരത്തെ, സാർവഭൗമമായ അംഗീകാരത്തെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ വിഷയത്തില് പല പക്ഷങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ചിലരൊക്കെ പറയുന്നു സൗന്ദര്യ ലഹരി പോലുള്ള സ്തോത്രങ്ങള് ആചാര്യസ്വാമിജികൾ രചിക്കാൻ സാധ്യതയില്ല. കാരണം അത് തന്ത്രവിധി പ്രകാരമുള്ള, സമയാചാര പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ദേവിയുടെ ആപാതതല മസ്തക വർണ്ണനമുള്ളതാണ്. അപ്പൊ അതെങ്ങനെ അദ്വൈതിയായിട്ടുള്ള ഒരു ആചാര്യൻ അത് പറയും? അങ്ങനെ അദ്ദേഹത്തിന് സ്തോത്രം രചിക്കാൻ സാധിക്കുമോ എന്നൊക്കെ സംശയിച്ചുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ സ്തോത്രമല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ അനേകം മറ്റ് സ്തോത്രങ്ങളൊക്കെ, ഇപ്പോ ത്രിശതിയുടെ ഭാഷ്യം അതുപോലുള്ള ഗ്രന്ഥങ്ങള്. അപ്പൊ ആചാര്യസ്വാമിജികളുടെ സ്തോത്ര ഗ്രന്ഥങ്ങളല്ലാത്ത പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്. നമുക്കറിയാം, വിവേക ചൂടാമണി പോലുള്ള, ഉപദേശ സാഹസ്രി പോലുള്ള പ്രകരണ ഗ്രന്ഥങ്ങൾ, ശുദ്ധമായ അദ്വൈത സിദ്ധാന്തത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന പ്രകരണ ഗ്രന്ഥങ്ങൾ.
ഒന്നും അറിഞ്ഞൂടാത്ത, വേദാന്തത്തെ കുറിച്ച് ഒന്നും അറിവില്ലാത്ത, വേദാന്തത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജിജ്ഞാസുവിനെ എങ്ങനെ വേദാന്തത്തിന്റെ ആഴത്തിലേക്ക് കൊണ്ടുപോകാം, അതിൽ വരുന്ന പാരിഭാഷിക ശബ്ദങ്ങൾ എങ്ങനെ പരിചയപ്പെടുത്താം, ആ രീതിയിൽ വളരെ എന്താ പറയാ, നമ്മൾ ബാലപാഠങ്ങൾ എന്ന് പറയാ, കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്ന ആ തലത്തിൽ വന്നുകൊണ്ടും ആചാര്യസ്വാമിജികള് തത്വബോധം പോലുള്ള ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട്, ഭാഷ്യഗ്രന്ഥങ്ങൾ പ്രസിദ്ധമാണ്. പ്രസ്ഥാനത്രയ ഭാഷ്യങ്ങളും മറ്റ് ലഘുഭാഷ്യങ്ങളായിട്ടുള്ള സനസുജാതീയ ഭാഷ്യവും മറ്റുമൊക്കെ ആയിട്ടുള്ള ഭാഷ്യങ്ങളും പ്രസിദ്ധമാണ്. അപ്പൊ ഇത്രയും വലിയ ഒരു സാഹിത്യം, ശാങ്കര സാഹിത്യം നമുക്ക് ഉപലബ്ധമാണ്. അപ്പൊ അതില് വിശേഷാൽ സ്തോത്രങ്ങളെ സംബന്ധിച്ച്, അതിലും ഞാൻ ഇന്ന് അതിന്റെ ഒരു പൂർവ പീഠിക എന്നുള്ള രീതിയിൽ, ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ആചാര്യസ്വാമിജികളുടെ ആ അദ്വൈത സിദ്ധാന്തം അദ്ദേഹം എന്തുകൊണ്ട് സ്തോത്രങ്ങളിലൂടെ പറഞ്ഞു, അല്ലെങ്കിൽ അത്രയും പ്രൗഢമായ, അല്ലെങ്കിൽ പ്രൗഢരായിട്ടുള്ള ബൗദ്ധികമായിട്ട് വളരെ സൂക്ഷ്മതയെ മനസ്സിലാക്കുന്നവർക്ക് മാത്രം മനസ്സിലാകുന്ന അദ്വൈത സിദ്ധാന്തത്തെ സ്തോത്രങ്ങളിലൂടെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ അങ്ങനെ ആചാര്യസ്വാമിജികൾ ചിന്തിച്ചതിന്റെ പിൻവശം എന്തായിരിക്കും, ആ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നത്. പലപ്പോഴും ഇത്തരം സ്തോത്രങ്ങളെ കുറിച്ചുള്ള അപ്രാമാണിക വിവാദങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു സമാധാനം എന്നുള്ളതും കൂടെയാണ് ഈ പൂർവ്വപീഠികയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് നാളത്തെ നമ്മുടെ ചർച്ചയിൽ, ഈ വൈശാഖ മാസ ആചരണത്തിന്റെ അവസാനത്തെ ആ ഒരു പ്രഭാഷണത്തില് ചില സ്തോത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന്, എല്ലാം എടുത്ത് നമുക്ക് പരിചയപ്പെടാൻ ഉള്ള സമയമില്ല, പക്ഷെ ചില ഗ്രന്ഥങ്ങളിൽ നിന്ന് ചില വാക്യങ്ങൾ എടുത്ത് അതെങ്ങനെയാണ് ആചാര്യസ്വാമിജികള് സാകാര രൂപത്തിലുള്ള, സഗുണ രൂപത്തിലുള്ള ദേവതാഭാവത്തിൽ തന്നെ അവരുടെ ആ പ്രാർത്ഥനയിലൂടെ, സ്തുതിയിലൂടെ തന്നെ എങ്ങനെ അദ്വൈത ജ്ഞാനത്തെ പ്രകടമാക്കി എന്ന ആ ഒരു ദൃഷ്ടിയില് ചില പരിചയപ്പെടുത്തലുകൾ ആവാമെന്നാണ് കരുതുന്നത്. അപ്പൊ ആദ്യം തന്നെ അദ്വൈത നിഷ്ഠ ജ്ഞാനമഹിമ. നമുക്കറിയാം, വേദത്തിനെ വേദാന്തം എന്ന് പറയുമ്പോൾ വേദത്തിന്റെ സാരമായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ള വേദാന്ത ഗ്രന്ഥങ്ങളൊക്കെ, വേദാന്ത ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ ഉപനിഷത്തുകളാണ് ഉദ്ദേശിക്കേണ്ടത്. അതെല്ലാം അതത് വേദങ്ങളുടെ, വേദശാഖകളുടെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലും സംഹിതാ ഗ്രന്ഥങ്ങളിലും അവസാനമായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് വേദാന്തം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് പോലെ വേദത്തിന്റെ അന്തഭാഗം എന്ന് തന്നെ അറിയാം. പിന്നെ അന്തശബ്ദത്തിന് സാരമെന്നും അന്തസാരം എന്നുള്ളൊരർത്ഥവും കൂടി ഉണ്ടെങ്കിൽ അതും ചേർത്താൽ വേദത്തിന്റെ സാരമാണെന്നറിയാം. പിന്നെ ശാസ്ത്രീയമായ രീതിയിൽ പുരുഷാർത്ഥങ്ങളുടെ തലത്തിൽ ചിന്തിച്ചാൽ ധർമാർത്ഥ കാമമോക്ഷമാകുന്ന പുരുഷാർത്ഥം, അപ്പൊ പരമമായ ആ മോക്ഷത്തെ പ്രാപിക്കാൻ പറ്റുന്ന, അദ്വൈത ജ്ഞാനത്തില് അമർന്നുകൊണ്ട് അതിൽ തന്നെ അനുഭവിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആ മോക്ഷ അവസ്ഥയെ, അതിലേക്ക് എത്താനുള്ള ആ മാർഗത്തെ നമുക്ക് പറഞ്ഞു തരുന്ന ഉപനിഷത്തുകൾ, വേദാന്തം. അപ്പൊ അങ്ങനെ അദ്വൈത നിഷ്ഠയിലേക്ക് എത്താൻ എന്തൊക്കെ സാധനങ്ങൾ വേണോ, എന്തൊക്കെ ഉപായങ്ങൾ വേണമോ, അതെല്ലാം ക്രമാൽ നമ്മുടെ നിത്യകർമ്മങ്ങൾ തുടങ്ങി, ഉപനയനം കഴിഞ്ഞ് തുടങ്ങുന്ന ആ നിത്യകർമ്മങ്ങളിൽ നിന്ന് തുടങ്ങി ആശ്രമധർമ്മങ്ങളൊക്കെ ആചരിച്ച് അവിടെ ചെന്നെത്തുന്നു. അവസാനം ആ മോക്ഷമാകുന്ന ആ പദവിയിൽ എത്തുന്നു എന്നുള്ളത്. അതാണ് ജ്ഞാനപരമ്പര, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന്റെ ക്രമം എന്ന് പറയാം. അപ്പൊ ജ്ഞാനത്തിന്റെ മഹിമയും അത് തന്നെയാണ്. കാരണം ജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ അജ്ഞാനം നശിക്കുള്ളൂ.
മറ്റുപായങ്ങളൊക്കെ ജ്ഞാന ഉത്പത്തിക്ക് ആയിട്ടുള്ളതാണ്. യോഗിന കർമ്മ കുർവന്തി സംഘം തെക്വ ആത്മശുദ്ധയെ. എല്ലാ കർമ്മങ്ങളും ഇപ്പോ എന്താ ബ്രഹ്മസൂത്രത്തിലൊക്കെ പറയുന്നത് പോലെ സർവാപേക്ഷാച്ച യജ്ഞാതി ശ്രുതേഹ എന്ന് പറയും. അപ്പോ യജ്ഞം, ദാനം, തപസ് തുടങ്ങിയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും ക്രമാൽ അന്ധക്കരണ ശുദ്ധിയെ കൊടുത്ത് അവസാനം മോക്ഷത്തിലെത്തിക്കാനാണ്. അത് സകാമ കർമ്മങ്ങളിൽ തുടങ്ങി അത് പിന്നെ നിഷ്കാമത്തിലേക്ക് മാറി, അങ്ങനെ നിഷ്കാമത്തിലൂടെ നിത്യാചാരങ്ങളൊക്കെ അതുപോലെ അനുഷ്ഠിച്ച് നിരന്തര ശുദ്ധമായ ഒരു അവസ്ഥയിൽ മനസ്സിനെ കൊണ്ടെത്തിക്കുമ്പോ അവിടെ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ പരമമായ സുഖം, അത് ആത്യന്തികമാകുന്ന ആ സുഖത്തെയാണ് മോക്ഷമായി വ്യാഖ്യാനിക്കുന്നത്. ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് ആത്മാവിന്റെ സ്വരൂപത്തെ തന്നെയാണ് മോക്ഷം എന്ന് പറയാ. അപ്പോ ആത്മാച്ച മുക്തിഹി എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആ അദ്വൈത ദർശനം, മോക്ഷത്തിന്റെ സ്വരൂപം, അത് തന്നെയാണ് പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യത്തെ പരിചയപ്പെടുത്തുക, ആ ലക്ഷ്യത്തിന്റെ ഒരു പരമവക്താവായിരുന്നു ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് എന്നുള്ളതിൽ ആർക്കും സംശയമില്ല, അതിൽ ആർക്കും വിവാദവുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് ഇത്തരം സാകാര സ്തോത്രങ്ങൾ എങ്ങനെ രചിച്ചു, അല്ലെങ്കിൽ ആ സാകാര സ്തോത്രങ്ങൾ രചിക്കുന്നതിന്റെ പിന്നിലുള്ള പ്രമാണം എന്താണ്, സാകാരമായ ഉപാസന വേദത്തിലുണ്ടോ? പലരും അതിലും വിവാദം പറയുന്നുണ്ട്. പലരുടെയും അഭിപ്രായത്തിൽ സാകാര ഉപാസന വേദത്തിലില്ല, സഗുണ ഉപാസന വേദത്തിലില്ല എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ശരിയാണോ എന്നൊക്കെയാണ് നമുക്ക് ഈ സ്തോത്രങ്ങളെ പരിചയപ്പെടുമ്പോ അതിന്റെ താത്വികമായിട്ട് ചിന്തിക്കേണ്ടത്. സ്തോത്ര ഗ്രന്ഥങ്ങളുടെ ആ ഒരു സാമാന്യ ഒരു പരിചയം, സാമാന്യ ഒരു സ്വരൂപം എന്താണെന്ന് ചോദിച്ചാൽ, അനേകം സ്തോത്രങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആചാര്യസ്വാമിജികളുടെ ഒരു എന്താ പറയാ, ഒരു സിഗ്നേച്ചറി ഉണ്ട്, അതിലൊരു കയ്യെഴുത്തുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കയ്യൊപ്പ് എന്ന് നമ്മൾ പറയുന്നത് പോലുള്ള ഒരു സ്വഭാവമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ സ്തോത്രങ്ങളിലൊക്കെ സാഹിത്യത്തിന്റെ ഒരു സുഖം കാണും, സുഗമമായ സാഹിത്യത്തിന്റെ ഒരു ഭാവം അതിലുണ്ടാവും. അതിലെ ഭക്തി നിർഭരവും അതുപോലെ തന്നെ സാഹിത്യത്തിന്റെ മറ്റ് ഭാവങ്ങളൊക്കെ ചേർക്കുന്നതായിട്ടുള്ള ഒരു ഭാവം സ്തോത്ര ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവും. പിന്നെ രണ്ടാമത് നമ്മൾ നോക്കുമ്പോ അതിൽ കാണാൻ സാധിക്കുക, ഏത് ദേവനെയാണോ സ്തുതിക്കുന്നത് സ്വാഭാവികമായിട്ടും ആ ദേവന്റെ അനേക ലീലകളെ കുറിച്ചുള്ള വർണ്ണനയും മഹിമാവർണ്ണനയും, ആ മഹിമ വർണ്ണിക്കുന്നത് ഒരു വ്യാവഹാരിക രീതിയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലുള്ള മഹിമാവർണ്ണനയും, അതും സ്തോത്രത്തിന്റെ സ്വഭാവമായിട്ടുള്ളതാണല്ലോ, അതുണ്ടാവും. അതുപോലെ ചില ജിജ്ഞാസ്യമായിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോ അത് ഞാൻ ആ സ്തോത്ര വരികൾ പരിചയപ്പെടുത്തുമ്പോൾ നാളത്തെ വിഷയത്തിൽ അത് കുറച്ചുകൂടി വിശദീകരിക്കാം. അപ്പൊ ജിജ്ഞാസ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങള്, ജീവിതത്തിൽ പകർത്തി വെക്കേണ്ട ചില കാര്യങ്ങള്, അങ്ങനെയുള്ളതൊക്കെ കൂടി അവിടെ പറയുണ്ടാവും. പിന്നെയോ എല്ലാ സ്തോത്രങ്ങളിലും ആചാര്യസ്വാമിജികളുടെ ഏത് സ്തോത്രം, എത്ര സാഹിത്യം നിറഞ്ഞ സ്തോത്രം എടുത്തു നോക്കിയാലും അതില് അദ്വൈതപരമായിട്ടുള്ള ഒരു പരാമർശം, അത് ചിലപ്പോ സാക്ഷാത് തന്നെ നേരിട്ട് തന്നെ ഉണ്ടാവും, ചിലപ്പോ പരോക്ഷമായിട്ടുണ്ടാകും. അത് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. ഇതാണ് ആചാര്യസ്വാമിജികളുടെ സ്തോത്രങ്ങളുടെ ഒരു സിഗ്നേച്ചർ. അതില് പല സ്ഥലത്തും വളരെ കരുണാഭാവത്തെ, വിനയഭാവത്തെ പ്രകടിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാകും. അത് വായിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഭാവം, നമുക്കിപ്പോ സൗന്ദര്യലഹരി പോലുള്ള സ്തോത്രങ്ങളില് അവസാനം പറയുന്ന വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് അത് വളരെ വ്യക്തമാണ്. ഇത്രയും ഭാവം അവിടെ
ആചാര്യസ്വാമിജികൾ പ്രകടമാക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഇതാണ് ആ സ്തോത്ര ഗ്രന്ഥങ്ങളുടെ ഒരു സ്വരൂപം. ഇനി വേദാന്തവുമായിട്ട് ഇതെങ്ങനെയാണ് ബന്ധപ്പെടുത്തുക എന്ന് ചോദിച്ചാൽ, ഞാന് ബ്രഹ്മസൂത്രത്തില് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വരി ഉദ്ധരിച്ച് പറയാം. അവിടെ ബ്രഹ്മസൂത്രത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ പാദം, അത് സ്മൃതിപാദം എന്നാണ് അറിയപ്പെടുന്നത്. അതിലെ 14-ാമത്തെ സൂത്രത്തിൽ വരുന്നൊരു വാക്യമാണ്: അപ്രത്യാഖ്യൈവ കാര്യപ്രപഞ്ചം പരിണാമ പ്രക്രിയാം ച ആശ്രയതി സഗുണേഷു ഉപാസനേഷു ഉപയോക്ഷ്യത ഇതി. അവിടെ ചോദ്യം വരുന്നത്, വേദാന്തത്തില് സഗുണത്തിന് എന്താണ് പ്രയോജനം? സഗുണം വേദാന്തത്തിൽ ഉണ്ടോ? അപ്പോ ഈ പരിണാമ പ്രക്രിയ എന്ന് പറയുന്ന സൃഷ്ടിയുടെ പ്രക്രിയ, അതിലാണ് ഈ ഗുണങ്ങളൊക്കെ വരിക. ഇപ്പോ മായയെ കുറിച്ച് പറയുമ്പോ മായാശക്തിയായിട്ട് പറയുന്നു. ശക്തിമാനായിരിക്കുന്ന പരമേശ്വരൻ മായാശക്തി കൊണ്ട്, മായയിലുള്ള ത്രിഗുണങ്ങൾ കൊണ്ട്, സത്വരജസ്തമസങ്ങളാകുന്ന ത്രിഗുണങ്ങൾ കൊണ്ട് വിഭിന്ന പ്രകാരത്തിലുള്ള നാനാപ്രകാരത്തിലുള്ള സൃഷ്ടികൾ ഉണ്ടാക്കുന്നു. ആ സൃഷ്ടികളിലൊക്കെ പലതരത്തിലുള്ള ക്രിയകൾ, ആ സൃഷ്ടിക്രിയകൾ അദ്ദേഹം ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള വർണ്ണന വരുമല്ലോ. അപ്പൊ ഈ കാര്യപ്രപഞ്ചം, കാര്യമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ പ്രപഞ്ചത്തില് പരിണാമ പ്രക്രിയ എന്ന് പറയുന്ന ത്രിഗുണങ്ങളെ ആശ്രയിച്ചിട്ടുള്ള ഈ തുടർച്ചയായിട്ടുള്ള പ്രക്രിയ വേദാന്തത്തിൽ ആവശ്യമാണോ? ശുദ്ധ അദ്വൈതത്തിൽ അതിന് എന്താ പ്രയോജനം? അത് വേണമോ വേണ്ടയോ? അപ്പൊ അവിടെയാണ് ആചാര്യസ്വാമിജികൾ ഈ വാക്യം പറഞ്ഞിരിക്കുന്നത്: അപ്രത്യാഖ്യൈവ കാര്യപ്രപഞ്ചം. ഈ സൃഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തിലെ ത്രിഗുണങ്ങളെ പ്രത്യാഖ്യാനം ചെയ്യാതെ തന്നെ പരിണാമ പ്രക്രിയാം ആശ്രയത്തി, പരിണാമ പ്രക്രിയയുടെ, മായയുടെ പരിണാമങ്ങളെയും ഒക്കെ ആശ്രയിച്ചുകൊണ്ട് വേദാന്തം അതിനും ഒരു സ്ഥാനം കൽപ്പിച്ചിരിക്കുന്നു. എന്താ ആ സ്ഥാനം? സഗുണേഷു ഉപാസനേഷു ഉപയോക്ഷത ഇതി. ഉപനിഷത്തുക്കളിൽ തന്നെ പറഞ്ഞിട്ടുള്ള സഗുണ ഉപാസനകളില്, ഗുണങ്ങളോട് കൂടിയ ഉപാസനകൾ, സഗുണോപാസനകൾ, ആ സഗുണോപാസനകളിൽ ഈ പറയുന്ന പരിണാമ പ്രക്രിയയും കാര്യപ്രപഞ്ചവും സൃഷ്ടിയും ഒക്കെ വേണ്ട പോലെ ഉപയുക്തമാണ്. ഉപയോക്ഷ്യത, അതില്ലാണ്ട് സഗുണോപാസന സാധ്യമല്ല. അപ്പൊ ഇതിൽ 2 കാര്യം വ്യക്തമാണ്. ഒന്ന്, വേദാന്തത്തിന്റെ ഭാഗമായി തന്നെ സഗുണോപാസനകൾ വിഹിതമാണ്. രണ്ടാമത്തേത്, ആ സഗുണോപാസനകളെ വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ, വേണ്ട രീതിയിൽ അതിനെ പ്രായോഗികമാക്കാൻ ആചാര്യസ്വാമിജികള് ഉദ്ദേശിച്ചിരുന്നുവെന്നും അദ്ദേഹം അതിനു വേണ്ടിയിട്ട് പറഞ്ഞ കാര്യങ്ങള് ബ്രഹ്മസൂത്രത്തിൽ തന്നെ 3-ാധ്യായത്തിലും 3-യ പാദത്തിലും തുടങ്ങി അനേകം അധികരണങ്ങളിൽ അത് വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആചാര്യസ്വാമിജികളെ ഇതിനെ കുറിച്ചിട്ടുള്ള വാക്യം. ഇതുപോലുള്ള അനേകം വാക്യങ്ങളുണ്ട്. ഇപ്പൊ കേനോപനിഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഛാന്തോഗ്യ ഉപനിഷത്തിലെ അവതരണ ഭാഷ്യത്തിലെ ഉപാസനകളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അനേകം വാക്യങ്ങളുണ്ട്. അപ്പോ അതെല്ലാം ആ ഉപാസനകളെല്ലാം എന്താണ് പ്രായോഗികമായി ലഭ്യമാക്കുന്നത്, എന്താ കിട്ടുന്നതെന്ന് ഛാന്തോഗ്യ ഉപനിഷത്തിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്: താനി ഏതാനി ഉപാസനാനി. ഈ പറയുന്ന ഉപാസനകൾ, അതായത് സഗുണങ്ങളായിട്ടുള്ള ഉപാസനകള്, ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള, ഉപനിഷത്തിന്റെ രീതിയിലുള്ള ഉപാസനകള്, അതിന് പിന്നെ പരിവർത്തനം വന്ന് പൗരാണികമായിട്ടുള്ള ഉപാസനകളും താന്ത്രികമായിട്ടുള്ള ഉപാസനകളും ഒക്കെ ഇങ്ങനെ വിസ്തരിച്ചു വന്നു. അതിലാണ് പഞ്ചദേവന്മാരുടെ ഉള്ള എല്ലാ ഉപാസനകളും വരുന്നത്, അല്ലെങ്കിൽ ഉപദേവന്മാരുടെ ഒക്കെ വരാം. അപ്പൊ എന്താ ഈ ഉപാസനകൾ കൊണ്ടുള്ള പ്രയോജനമെന്ന് ആചാര്യസ്വാമിജികൾ പറയുന്നത് ശ്രദ്ധിച്ചാല്, താനി ഏതാനി ഉപാസനാനി സത്വശുദ്ധികരത്വേന വസ്തു അവഭാസകത്വാത് അദ്വൈത ജ്ഞാന ഉപകാരകാണി ആലംബന വിഷയത്വാത് സുസാധ്യാനി ചെയ്തി പൂർവമുപന്യസ്യന്തേ. ഇത് ഛാന്തോഗ്യ ഉപനിഷത്തിലെ അവതരണ ഭാഷ്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. ഈ ഉപാസനകള് സത്വശുദ്ധി മുഖേന,
ഈ ഉപാസനകൾ നിരന്തരം നിഷ്ഠയോടുകൂടി അഭ്യസിക്കുന്ന ഒരു സാധകന്റെ സത്വം അന്ധക്കരണം ശുദ്ധമാകുന്നു. അതാണല്ലോ നമ്മൾ നിത്യകർമ്മങ്ങളൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും പ്രാണശുദ്ധിയും അതോടൊപ്പം ബുദ്ധിശുദ്ധിയും അങ്ങനെയുള്ള ഒരു സർവ അംഗങ്ങൾക്കും സർവ അംഗങ്ങളെയും ശുദ്ധമാക്കുന്ന ഒരു ഉപാസനാ രീതി. അതാണ് ഈ നിത്യകർമ്മങ്ങളിലൂടെ ഒക്കെ നാം ബാല്യകാലം കൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്തു വരുന്നത്. ആ ഉപാസനകളൊക്കെ സത്വശുദ്ധികരത്വേന സത്വശുദ്ധികരമായത് കൊണ്ട് വസ്തുതത്വ അവഭാസകത്വ, അത് പിന്നീട് വസ്തുതത്വത്തെ പ്രതിപാദനം ചെയ്യുന്നത്, മനസ്സിലാക്കി തരുന്നതാണ്, അതിനുപകരിക്കുന്നതാണ്. അദ്വൈത ജ്ഞാനം ഉപകാരകാണി എന്ന് നേരിട്ട് തന്നെ പറയുന്നുണ്ട്. അദ്വൈത ജ്ഞാനത്തിന് ഉപകരിക്കുന്നു. അതുകൊണ്ട് ആചാര്യസ്വാമിജികൾ പറഞ്ഞ അദ്വൈത ജ്ഞാനം ഒരു ശുഷ്കമായ അദ്വൈത ജ്ഞാനമാണെന്ന് കരുതുന്നവരുണ്ട്. അതിൽ ഉപാസനയില്ല, മറ്റ് കർമ്മങ്ങൾക്കൊന്നും സ്ഥാനമില്ല, സ്തോത്രങ്ങൾക്ക് സ്ഥാനമില്ല, ഭഗവത് പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല, നമസ്കാരത്തിന് സ്ഥാനമില്ല, അമ്പല ദർശനങ്ങൾ ചെയ്യുന്നതിന് സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവർ ഏത് വേദാന്തമാണ് പഠിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല. പക്ഷെ ആചാര്യസ്വാമിജികളുടെ ഭാഷ്യമുഖേനയുള്ള വേദാന്തത്തിലെ ഇത്തരം വാക്യങ്ങൾ അദ്ദേഹത്തിന്റെ വാക്യങ്ങൾ തന്നെയാണ്. അപ്പൊ അദ്വൈത ജ്ഞാനം ഉപകാരകങ്ങളായി വരുന്നു. അപ്പൊ എന്താ, അതെന്തുകൊണ്ടാണ്, എങ്ങനെ അദ്വൈത ജ്ഞാനം ഉപകാരമായത് എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു ജിജ്ഞാസു അയാൾക്ക് തുടക്കത്തിൽ തന്നെ നിരാലംബനമായിട്ടുള്ള, നിരാകാരമായിട്ടുള്ള, നിർവിശേഷമായിട്ടുള്ള തത്വത്തെ ധ്യാനിക്കാനോ ചിന്തിക്കാനോ പൂജിക്കാനോ കഴിയില്ല. അപ്പൊ അതിനെന്താ വേണ്ടേ? ആലംബനം വേണം. അതുകൊണ്ടാണ് പറഞ്ഞ ആലംബന വിഷയത്വ സുസാധ്യാനിച്ച ഇതി പൂർവമുപന്യസ്യം. ഓരോ ആലംബനങ്ങൾ എടുത്തു. ആ ആലംബനങ്ങളാണ് നമ്മുടെ ഉപാസ്യങ്ങളായിട്ടുള്ള ഉപാസ്യ ദേവതയുടെ സഗുണവും സാകാരവുമായിട്ടുള്ള രൂപങ്ങള് പല തലത്തില്, ഓരോരോ തലത്തില് ഓരോരുത്തർക്ക് വേണ്ട പോലെ അതത് തലങ്ങളില് സുസാധ്യങ്ങളായിട്ടുള്ളത് ആയിട്ട് കരുതി അതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ പൂർവം പറയുന്നത് എന്നാണ്. അതിന് കാരണം എന്താ? കർമ്മ അഭ്യാസസ്യ ദൃഢീകൃതത്വാത് കർമ്മ പരിത്യാഗേന ഉപാസനേ ഏവ ദുഃഖം ചെയ്ത സമർപ്പണം കർത്തുമിതി കർമാംഗ വിഷയമേവ താവത് ഉപാസനമാദൗ ഉപന്യസ്യന്തേ. അതുകൊണ്ട് തന്നെ ഉപനിഷത്തുക്കള് ഈ സൂക്ഷ്മമായ ഉപാസനയിലേക്ക് സാധകനെ കൊണ്ടുവരാനായിട്ട്, സാധകന്റെ മനസ്സിനെ തയ്യാറാക്കാനായിട്ട് കർമ്മ സംബന്ധിയായിട്ടുള്ള ഉപാസനകള്, ഇപ്പൊ നമ്മൾ തന്ത്ര രീതിയിൽ ചെയ്യുന്ന ഉപാസനകളൊക്കെ ഈ കർമ്മസംബന്ധികളായിട്ടുള്ള ഉപാസനകൾ. അതായത് കുറെ കർമ്മഭാഗം ഉണ്ടാകും. ഈ പൂജയുടെ ഭാഗം, ബാഹ്യമായിട്ടുള്ള പൂജ, ആവരണ പൂജയൊക്കെ തുടങ്ങിയിട്ടുള്ള പൂജയുടെ ഭാഗം ഉണ്ടാകും. ആ പൂജയുടെ ഭാഗത്തോട് കർമ്മ അവബദ്ധമായിട്ടുള്ള ഉപാസനകളാണ് ചെയ്യുന്നത്. അല്ലാതെ കർമ്മ അവബദ്ധമല്ലാത്ത ഉപാസനകളും ഉണ്ട്. അപ്പോ കർമാംഗ ഉപാസനകള്, വൈദിക കർമ്മത്തിൽ പെടുന്ന ഉപാസനകള്, പിന്നെ അതുപോലെ ഇപ്പോ നമുക്ക് ഇപ്പൊ കേരളത്തിലൊക്കെ പ്രസിദ്ധമായിട്ടുള്ള താന്ത്രിക കർമ്മങ്ങളിൽ പെടുന്ന ഉപാസനകള്, പിന്നെ ശുദ്ധമായിട്ടുള്ള ഉപാസനകള്, കർമ്മബന്ധമില്ലാത്ത ഉപാസനകള്, അങ്ങനെ ഉപാസനകൾ പലതരത്തിലാണ്. അങ്ങനെ അവസാനം പോയി ഉപാസന എത്തുന്നത് അഹംഗ്രഹ ഉപാസന എന്ന ഭാവത്തിലാണ്. അതിനെയാണ് ചാന്തോക്യ ഉപനിഷത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ വൈശ്വാനര വിദ്യ എന്നും ദഹന വിദ്യ എന്നും 8-ാമത്തെ അധ്യായത്തിലും 7-ാമത്തെ അധ്യായത്തിലും ഒക്കെ വിസ്തരിച്ച് പറയുന്നത്. ചാന്തോക്യവും ബൃഹദാരണ്യകവും ഒക്കെ അതില് സമൃദ്ധമായിട്ടുള്ള ഉപനിഷത്തുക്കളാണ്. അതില് ആചാര്യസ്വാമിജികളുടെ ഭാഷ്യവും അങ്ങനെയാണ്. അപ്പൊ ഇതാണ് ആചാര്യസ്വാമിജികളുടെ ഈ അഭിപ്രായത്തില് ഉപാസനയും അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വരുന്നത്. ഇനി ഈ സ്തോത്രങ്ങൾക്ക് എന്താ സ്ഥാനം എന്ന് നോക്കിയാൽ, ഇപ്പൊ സ്തോത്രങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്തോത്രത്തിന്റെ ഒരു പ്രാമാണിക തലം നമ്മൾ നോക്കുമ്പോ, ഇത് സ്തോത്രങ്ങളുടെ ശരിക്ക് പൂർവ്വരൂപം അത് വൈദികമാണ്. കാരണം സാമവേദത്തിലെ എല്ലാ സ്തോത്രങ്ങളും, പലതരത്തിലുള്ള സ്തോത്രങ്ങൾ, ഉദ്ഗീതം തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള സ്തോത്രങ്ങൾ അവിടെ ഉണ്ട്. അതെല്ലാം പല കാറ്റഗറിയിലായിട്ട് വരുന്നതാണ്. അതിന്റെ സ്വഭാവം അനുസരിച്ച് ചൊല്ലുന്ന സ്വഭാവവും പ്രയോഗസ്ഥാനങ്ങളും ഒക്കെ നോക്കിയിട്ട്. പക്ഷെ കർമ്മം നടക്കുമ്പോ, ഇപ്പോ യാഗങ്ങൾ നടക്കുമ്പോ, സോമയാഗം പോലുള്ള വലിയ വലിയ യാഗങ്ങളൊക്കെ നടക്കുമ്പോ, ആ യാഗങ്ങളില് ഈ സാമവേദത്തിന്റെ സ്തോത്രങ്ങള് ചൊല്ലുന്ന
ക്രമമുണ്ട്, അത് നിയതമായിട്ടുണ്ട്. അവിടെ ഋഗ്വേദത്തിലും വരുന്ന അനേകം സ്തുതികളുണ്ട്, ശസ്ത്രങ്ങൾ എന്നൊക്കെ പറയുന്ന ശ്രുതികളുണ്ട്. അപ്പൊ ഇതെല്ലാം സ്തോത്രത്തിന്റെ മൂലരൂപമാണ്. അപ്പൊ ആര് വൈദികമായിട്ടുള്ള വേദാഭ്യാസം ചെയ്യാത്തവര്, വേദാഭ്യാസത്തിന് അധികാരി അല്ലാത്തവര് ആയിട്ടുള്ളവരുണ്ടോ, അവർക്ക് അത്തരം സ്തോത്രങ്ങൾ ചൊല്ലാനോ അഭ്യസിക്കാനോ സാധിക്കില്ല. ഇപ്പൊ അധികാരികളായിട്ടുള്ളവർ തന്നെ, അതിലെ യോഗ്യരായിട്ടുള്ളവർ തന്നെ, അതിന് ശാസ്ത്രീയ നിയമം അനുസരിച്ച് യോഗ്യതയുള്ളവർ തന്നെ അത് അഭ്യസിക്കുന്നില്ല. അങ്ങനെ ഒരു കാലമാണ് ഇപ്പൊ വന്നുപെട്ടിരിക്കുന്നത്. അപ്പൊ ആ നിലയ്ക്ക് അതിൽ പറഞ്ഞ പ്രയോജനം എങ്ങനെ നമുക്ക് സാധ്യമാകും? അപ്പൊ സ്തുതി വേണമല്ലോ. അപ്പൊ ഒരു ദേവതാ പൂജ ചെയ്യുമ്പോ ആ ദേവതാ പൂജ കഴിഞ്ഞ ഒരു ഭാഗത്ത് സ്തുതി കഥനമുണ്ട്, ദേവതയെ സ്തുതിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അത് നാമാവലികളുടെ രൂപത്തിലുണ്ട്, സ്തോത്രങ്ങളുടെ രൂപത്തിലുണ്ട്. ഇപ്പൊ നാമാവലികളാവുമ്പോ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമം, ഗണേശ സഹസ്രനാമം തുടങ്ങിയിട്ടുള്ള സഹസ്രനാമങ്ങളുടെ രൂപത്തില് അത് നാമാവലികളാണ്. അതും സ്തുതികൾ തന്നെയാണ്, പക്ഷെ അത് നാമാവലികളായിട്ടുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ അത് നാമാർച്ചന ചെയ്യാം അതുകൊണ്ട്. പക്ഷെ അതല്ലാതെയുള്ള സ്തുതികള്, ആ സ്തുതികളുടെ പ്രത്യേകത എന്താണ്? അത് ചൊല്ലുമ്പോ മനസ്സിൽ വലിയ ഒരു ഭാവം വരും, ആ ദേവതയെ കുറിച്ചിട്ടുള്ള ഒരു വ്യക്തമായ ഭാവന മനസ്സിൽ പ്രകടമാകും. ആ ഭാവന ആണ് അവിടെ വാസ്തവത്തില് ഇപ്പൊ പൂജ ചെയ്യുമ്പോഴോ ഉപാസന ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ മനസ്സിനെ അത്യന്തം ആഹ്ലാദിതമാക്കുന്നത് ആ മനസ്സിലുണ്ടാകുന്ന ആ ഭാവനയാണ്, ആ ദേവഭാവന. ആ ഭാവനയെ പ്രകടമാക്കാൻ, അതുപോലെ ആ ദേവതാരൂപത്തെ ധ്യാനിക്കാൻ സ്തോത്രങ്ങളും സ്തുതികളും വേണം. അപ്പൊ ആ ക്രമത്തിലാണ് ഈ വേദത്തിൽ സംബന്ധിച്ച് തന്നെ സ്തോത്രങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പൊ ആചാര്യസ്വാമിജികൾ എഴുതിയ ഒരു സ്തോത്രവും അതില് എടുത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു ശ്ലോകവും ഒരു വാക്ക് പോലും അവൈദികമായിട്ടോ അപ്രാമാണികമായിട്ടോ കാൽപ്പനികമായിട്ടോ ഇല്ല എന്നുള്ളതാണ്. ആചാര്യസ്വാമിജികൾ തന്നെ മറ്റ് ഗ്രന്ഥങ്ങളില്, ഭാഷ്യഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങള് വേറൊരു രീതിയില് സാഹിത്യത്തോടു കൂടി കുറച്ചുകൂടി ഭാവുകമാക്കി, അതിനെ ഭാവനയോടുകൂടി സ്തോത്രങ്ങളിൽ പ്രകടമാക്കിയിരിക്കുന്നു. അപ്പോ മഹാഭാരതത്തില് പറഞ്ഞിട്ടുള്ള ഒരു വാക്യമുണ്ട്, ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത് എന്നൊരു വാക്യം മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അതായത് ഇതിഹാസ പുരാണങ്ങൾ വേദത്തെ തന്നെ വ്യാഖ്യാനിക്കുന്നവയാണ്. വൈദികമായ സംബന്ധം ഇതിഹാസ പുരാണങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഇതിഹാസ പുരാണങ്ങളിലൂടെ വേദത്തിന്റെ വിസ്താരത്തെ മനസ്സിലാക്കണമെന്നാണ്. വേദത്തിന്റെ ആ അകത്തെ, വേദത്തിന്റെ ഉള്ളിലുള്ള സാരത്തെ മനസ്സിലാക്കാൻ ഇതിഹാസ പുരാണങ്ങൾ സഹായിക്കുമെന്നാണ്, അതിന്റെ ഭാഷയും ഒക്കെ. അപ്പൊ ഇതാണ് ആ ഒരു സംബന്ധത്തെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുക. അപ്പൊ ഇനി ഉപനിഷത്തുക്കളില് ഈ ഉപാസന സംബന്ധമായിട്ട് വരുന്ന ഒരു ഉദാഹരണം, അതിലെ ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം കാണിക്കാം. എങ്ങനെയാണ് ഈ ദേവതാ ഉപാസന അല്ലെങ്കിൽ ആകാരത്തെ സാകാരമായിട്ട് ഉപാസിക്കുന്നതോ വിദ്യയുടെ രൂപത്തിൽ ഉപാസിക്കുന്നതോ. ഇപ്പോ വിദ്യയുടെ രൂപത്തിൽ ഇപ്പോ ശ്രീവിദ്യ എന്നൊക്കെ പറയുന്ന ആ ഉപാസനകളൊക്കെ ഉണ്ട്. ദേവിയുടെ ഭാവത്തിലുള്ള അനേക ഉപാസനകളുണ്ട്. അതൊക്കെ കാശ്മീര ശൈവത്തിൽ നിന്നും അങ്ങനെയുള്ള തന്ത്രശാസ്ത്രങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഉപാസനകളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉപനിഷത്തിനുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഏറ്റവും നമുക്ക് വ്യക്തമായിട്ട് എടുത്തു കാണിക്കാവുന്നത്, എപ്പോഴും നമ്മൾ ഉദ്ധരിക്കാറുള്ള ഒരു ഭാഗമാണ് കേനോപനിഷത്തില് 4-ാമത്തെ ഖണ്ഡത്തിൽ, അവസാന ഖണ്ഡത്തിൽ വരുന്ന ഒരു ഭാഗം. അവിടെ വിദ്യയുടെ, ബ്രഹ്മവിദ്യ തന്നെ, ആത്മവിദ്യ തന്നെ ദേവിയുടെ രൂപത്തില്, ഉമാദേവിയുടെ രൂപത്തിൽ പ്രകടമാകുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഒരു കഥാമുഖം അവിടെ ഉന്നയിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ അവസാന ഭാഗം ബ്രഹ്മവിദ്യയുടെ രൂപത്തിൽ ഉമ എന്ന ശബ്ദം തന്നെ അവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. തസ്മിന്നേവ ആകാശേ സ്ത്രിയമാജഗാമ ബഹുശോഭമാനാമുമാം ഹൈമവതിം തേഭ്യോഹ
പ്രാദുർഭൂവ എന്നൊക്കെ പറയുന്ന ഭാഗം. അവിടെ തസ്മിന്നേവ ആകാശെ, അവിടെ ആ പ്രസംഗം, ആ കഥ എന്തെന്ന് ചോദിച്ചാല് ദേവന്മാര് യുദ്ധത്തിൽ ജയിക്കുന്നു, അസുരന്മാരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുന്നു. അങ്ങനെ ജയിക്കുമ്പോ ആ ജയാഘോഷങ്ങൾ നടക്കുന്ന ഒരു വലിയൊരു പരിപാടി അവർ ചെയ്യുകയാണ്. എന്നിട്ട് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശ്ലാഘിക്കുന്നു. നമ്മുടെ ബലം കൊണ്ട്, നമ്മുടെ ശക്തി കൊണ്ടാണ് ഈ ജയം നമുക്ക് കൈവന്നത് എന്ന രീതിയിൽ പരസ്പരം അഹങ്കരിക്കുന്നു, അഭിമാനിക്കുന്നു. അപ്പൊ ആ സന്ദർഭത്തില് പരമാത്മാവ്, കാരണം പരമാത്മാവിന്റെ ശക്തി കൊണ്ടാണ്, ആത്മാവിന്റെ ശക്തി കൊണ്ടാണ് ഇതെല്ലാം സാധിച്ചത്, നമുക്കൊക്കെ അപ്പുറത്തൊരു ഈശ്വരനുണ്ട് എന്ന് ചിന്തയില്ലാതെ സാധാരണക്കാരെ പോലെ ദേവന്മാർ അങ്ങനെ പറഞ്ഞു, അങ്ങനെ അവിടെ എന്താ പറയാ ആഘോഷിച്ചു എന്നാണ് അവിടെ കാണുന്ന കഥ. അപ്പൊ ആ അവസരത്തില് ബ്രഹ്മം, പരമാത്മാവ് തന്നെ ദേവന്മാരുടെ മുന്നിൽ ഒരു വലിയ സ്തൂപം മാതിരി, ഒരു സ്തൂപമായിട്ട്, യക്ഷം എന്നാണ് അതിന് പറയാ. യക്ഷൻ എന്ന് പറഞ്ഞാൽ പൂജ്യൻ എന്നാണ് അർത്ഥം. യക്ഷ പൂജായാം ധാതുവിൽ നിന്നാണ് യക്ഷ ശബ്ദം ഉണ്ടാകുന്നത്. അപ്പൊ യക്ഷന്റെ രൂപത്തില് ഒരു പൂജ്യമായിട്ടുള്ള ഒരു പിണ്ഡമായിട്ട്, അല്ലെങ്കിൽ വലിയൊരു സ്തൂപമായിട്ട് ഈ ദേവന്മാർ കാണുന്ന ആ ഒരു സ്ഥലത്ത്, അവർക്ക് ഈ ഉത്സവം നടക്കുന്ന അതിന് കുറച്ചടുത്തായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ അവിടെ പ്രകടമായി. അപ്പൊ അത് ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാവരും അങ്ങോട്ട് നോക്കി, എന്താ ഇത്, നമ്മൾ അറിയാത്ത, ഇപ്പൊ നമ്മൾ അസുരന്മാരെ ജയിച്ചിപ്പോ വന്നതേ ഉള്ളൂ, ഇതെന്താ ഇപ്പൊ ഇവിടെ പ്രകടമായിരിക്കുന്നത്, നമ്മുടെ അനുമതിയില്ല, നമ്മൾ അറിയാത്തൊരു സാധനമാണല്ലോ ഇതെന്ന് അവർ പരസ്പരം സംസാരിക്കുകയും, അങ്ങനെ ഈ ആഘോഷത്തിനിടയിൽ ഓരോരോ ദേവന്മാരെ പറഞ്ഞു വിടുകയാണ്. താങ്കൾ പോയി നോക്കിയിട്ട് വരൂ, അത് ആരാണ് എന്താണ് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞ് ആദ്യം അഗ്നിയെ പറഞ്ഞയക്കുന്നു. അഗ്നി അവിടെ പോയിട്ട് യക്ഷനെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു, അത് സാധിക്കുന്നില്ല. അഗ്നിയെ അവിടുന്ന് അപമാനിച്ചു വിടുന്നു. അപമാനിക്കാന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ശക്തിയൊന്നും അവിടെ പ്രയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കഥയുണ്ട്. പിന്നെ വായു പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ദേവന്മാര് പോയി. അത് കഴിഞ്ഞ് അവസാനം ഇന്ദ്രൻ തന്നെ സ്വയം പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ സ്വയം പോയി ഈ ദേവൻ ആരാണ്, ആരാണ് പ്രകടമായിരിക്കുന്നത്, എന്താണ് പ്രകടമായിരിക്കുന്നത് എന്ന് തിരിച്ചറിയാനാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ എത്തുമ്പോൾ തന്നെ ഈ യക്ഷരൂപം അപ്രത്യക്ഷമാകുകയും ആകാശത്തിൽ ഒരു വലിയ തേജസ്സായിട്ട് അവിടെ പ്രകടമാകുകയും, അത് കഴിഞ്ഞ് ഇന്ദ്രനോട് ചില ഉപദേശങ്ങൾ ചെയ്ത് പിന്നീട് തസ്മിന്നേവ ആകാശേ, ആ ആകാശത്തില് സ്ത്രീയമാജകാമ, സ്ത്രീയുടെ രൂപത്തില്, ഒരു ദേവിയുടെ രൂപത്തില്, ബഹുശോഭമാനയായിട്ട് ഉമയുടെ രൂപത്തില്, ഹൈമവതിയായിട്ടുള്ള ഉമയുടെ രൂപത്തിൽ ഇന്ദ്രന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആ ഇന്ദ്രന്റെ യോഗ്യത അനുസരിച്ച് ഇന്ദ്രന് ജ്ഞാനോപദേശം കൊടുത്തു എന്നാണ് അവിടെ വരുന്ന കഥ. അപ്പൊ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ വിഷയത്തോട് ചേർന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ആ ബ്രഹ്മവിദ്യ, സൂക്ഷ്മമായിട്ടുള്ള വേദാന്ത വിദ്യ എന്ന് തന്നെയാണ് അവിടെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഭാഷ്യത്തിലൊക്കെ. അപ്പൊ ആ ബ്രഹ്മവിദ്യ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആരാധ്യയായിട്ട് മാറുന്നൊരവസ്ഥയിൽ, പൂജ്യയായിട്ട് മാറുന്നൊരവസ്ഥയിൽ ആകാരത്തെ സ്വീകരിക്കുകയും, ശ്രീയമാകാമ, സ്ത്രീയുടെ ആകാരം സ്വീകരിച്ചു ഇതെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് അതിന് അർത്ഥം പറയേണ്ടത്. ഭാഷ്യം അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സ്ത്രീയമാജകാമ, സ്ത്രീയുടെ ദേവിയുടെ രൂപത്തിൽ പ്രകടമാകുന്നു. ബഹുശോഭമാന ഉമാം ഹൈമവതിയും. അപ്പൊ ഹൈമവതി എന്നുള്ളതിനൊക്കെ നമുക്ക് സ്വർണ്ണവർണ്ണം ഉള്ളത് എന്നൊക്കെ അർത്ഥം പറയാം. ഉമ എന്നുള്ളതിനും അങ്ങനെയൊക്കെ ഒരു അർത്ഥം പറയാം. പക്ഷേ അവിടെ സാകാര രൂപത്തിൽ ബ്രഹ്മവിദ്യ ദേവിയുടെ രൂപത്തിൽ പ്രകടമായി എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അതിലൊന്നും വിവാദം പറയാൻ പറ്റില്ല ഭാഷ്യം അനുസരിച്ച് നോക്കുമ്പോൾ. അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു സൂചനയാണ്, ഒരു സങ്കേതമാണ്. ഈ സാങ്കേതികമായിട്ടുള്ള ഭാവത്തിൽ നിന്നാണ് പിൽക്കാലത്ത്, അല്ലെങ്കിൽ നമുക്ക് അതിന് പൗരാണികമായിട്ട് പറയുമ്പോൾ ഇതേ കാര്യം തന്നെ പുരാണങ്ങളിൽ പോയിട്ടാണ്, ഇതിഹാസ പുരാണാഭ്യാം വേദമുഖം ബ്രഹ്മയേതുള്ള എന്ന അർത്ഥത്തില് വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിസ്തരിച്ച് പറയുകയാണ് ഇതിഹാസ പുരാണങ്ങളുടെ സ്വഭാവം. ആ ഒരു സ്വഭാവത്തില് അതിനെ വളരെ വിസ്തരിച്ച് കാണിച്ചു.
അപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നതുകൊണ്ട് അവിടെ ഏതൊരു വിധമായിട്ടുള്ള താത്വിക ഭാവങ്ങളിലൊന്നും മാറ്റം വരുന്നില്ല. തത്വം അത് തന്നെയാണ്. ഇപ്പോ ശ്രീവിദ്യ ഉപാസന പറയുമ്പോഴും ശ്രീവിദ്യ പോലുള്ള ദേവി ഉപാസനകളെ പറയുമ്പോഴും അവിടെ വിദ്യ എന്ന് ഉദ്ദേശിക്കുന്നതും അതുപോലെ ധ്യാന ശ്ലോകത്തിലൊക്കെ പറയുന്നതൊക്കെ ബ്രഹ്മവിദ്യ എന്നൊക്കെയുള്ള ശബ്ദം അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നുണ്ട്. അതിന് സാകാരവുമായിട്ട് ഈ പറഞ്ഞ തത്വജ്ഞാനത്തിന് സാകാരവുമായിട്ട് യാതൊരു വിരോധമുള്ളതായിട്ട് ഭാഷ്യത്തിൽ എവിടുന്നും പറഞ്ഞു കാണുന്നുമില്ല. അപ്പൊ ആ ഒരു ഭാവത്തില് ഇവിടെ രണ്ടിനെയും നമുക്ക് ചേർക്കാവുന്നതാണ്. ഇങ്ങനെ തന്നെ ഉള്ള കഥ പുരാണങ്ങളിൽ നമുക്ക് കാണാം. ശിവലിംഗത്തിന്റെ ആവിർഭാവം പറയുന്ന ശിവപുരാണത്തിലെ കഥയും ലിംഗപുരാണത്തിലെ കഥയും ഒക്കെ ഇതിനോട് വളരെ ചേർന്ന് പോകുന്ന ഭാവത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് വേദാന്തത്തിന്റെ മൂർധന്യ ഗ്രന്ഥമായിട്ടുള്ള, നമ്മൾ വേദാന്തത്തിന്റെ എന്താ പറയാ, സുപ്രീം കോടതി എന്നാണ് പറയുക ബ്രഹ്മസൂത്രത്തിന്. കാരണം വേദാന്തപരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും വേദാന്തത്തിന്റെ തന്നെ സിദ്ധാന്തമനുസരിച്ച് നിർണയം പറഞ്ഞിട്ടുള്ള നിർണയശാസ്ത്രമാണ് നമുക്ക് മുന്നില് ബ്രഹ്മസൂത്രം. ആ ബ്രഹ്മസൂത്രത്തില് 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് 555 സൂത്രങ്ങളും 4 അധ്യായങ്ങളും 16 പാദങ്ങളുമുള്ള ആ ഗ്രന്ഥമാണ് ബ്രഹ്മസൂത്രം. വേദവ്യാസനാൽ രചിക്കപ്പെട്ടതായിട്ടാണ് വിശ്വസിക്കുന്നത്. ബാദരായണ ഋഷിയുടെ രൂപത്തില് വേദവ്യാസൻ തന്നെയാണ് രചിക്കപ്പെട്ടതായിട്ടാണ് പണ്ഡിതവർഗം അതിനെ അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളും ബ്രഹ്മസൂത്രത്തിൽ 2 പ്രാവശ്യം ഭഗവാൻ ബാദരായണ എന്ന് അവസാനം പറഞ്ഞ് അദ്ദേഹത്തെ നമിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബ്രഹ്മസൂത്രത്തിന്റെ ഈ 3-ാമത്തെ അധ്യായത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 3-ാമത്തെ അധ്യായം മുഴുവൻ സാധന അധ്യായമായിട്ടാണ് കണക്കാക്കുന്നത്. ആദ്യത്തെ അധ്യായം സമന്വയ അധ്യായം, 2-ാമത്തെ അധ്യായം അവിരോധ അധ്യായം, 3-ാമത്തേത് സാധന, 4-ാമത്തേത് ഫലം. അങ്ങനെയാണ് 4 അധ്യായങ്ങള് വിഭജിച്ചിരിക്കുന്നത്. അതിൽ 3-ാമത്തെ സാധന അധ്യായത്തില് ഉപാസനകളും അതുപോലെ തന്നെ ഉപാസന സംബന്ധമായിട്ടുള്ള എല്ലാ നിയമങ്ങളും, ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും അതെങ്ങനെ ചേർക്കണം, എവിടെ എന്ത് ചേർക്കണം എന്നൊക്കെ വളരെ വിശദമായിട്ട് ടെക്നിക്കലി എങ്ങനെയൊക്കെ അതിനെ വിശദീകരിക്കാൻ പറ്റുമോ, യുക്തി കൊണ്ട് എങ്ങനെയൊക്കെ അതിനെ സമർത്ഥിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു എന്താ പറയാ, ഒരു കേസ് നമ്മൾ കോടതിയിൽ വാദിച്ച് നിർണയത്തിൽ കൊണ്ടുവരുന്നത് പോലെ ആ ഓരോരോ വിഷയങ്ങൾ എടുത്ത് അതിൽ വിശദീകരിച്ച് നിർണയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടായാൽ അതിന്റെ നിർണയം എന്ത് എന്ന് തിരിച്ചറിയണമെങ്കിൽ നിർണയശാസ്ത്ര, വേദാന്തത്തിന്റെ നിർണയശാസ്ത്രമായിട്ടുള്ള ബ്രഹ്മസൂത്രം പോലുള്ള ഗ്രന്ഥങ്ങള് ആചാര്യന്മാരിൽ നിന്ന് വിധിവത് തന്നെ അത് പഠിക്കണം. എന്നാലേ അതിന്റെ ശരിക്കുള്ള തുടർച്ചയും അതിന്റെ ഉൾക്കാമ്പൊക്കെ നമുക്ക് മനസ്സിലാകുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ വായിച്ചു പോകുമ്പോൾ അതിലെ ഒരു എന്താ പറയാ, ഒരു 80% ഭാഗവും നമുക്ക് മനസ്സിലായില്ല എന്ന് തന്നെ വരും. കാരണം അതിന്റെ ഭാഷയും രീതിയും ഒക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ പഠിച്ചാൽ അവിടെ വേറെ ഒരു സംശയവും വരുന്നില്ല. അതുപോലെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികള് വിഗ്രഹാരാധനയെ കുറിച്ചോ മൂർത്തി ആരാധനയെ കുറിച്ചോ ഒക്കെ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഉണ്ടായിരുന്നത്, ദേവന്മാർക്ക് ആകാരമുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിച്ചിരുന്നുവോ ഇല്ലയോ എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ദേവതാധികരണം എന്നൊരു അധികരണം ബ്രഹ്മസൂത്രത്തിലുണ്ട്. പലരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു അധികരണത്തിന്റെ ഒരു ഭാഗത്തിന്റെ പേരാണ് ദേവതാധികരണം. ഈ ദേവതാധികരണത്തിലാണ് ആചാര്യസ്വാമിജികള് ദേവന്മാരെ കുറിച്ചുള്ള എത്ര ദേവന്മാരുണ്ട്, ആ ദേവന്മാരുടെ എന്തൊക്കെയാണ് സ്വരൂപം, അതിൽ വിഗ്രഹ ആകാരമായിട്ട് കൽപ്പിക്കണമോ വേണ്ടയോ എന്നൊക്കെ വിശദമായിട്ട് അവിടെ പറയുന്ന ഭാഗമുള്ളു. അവിടെ പൂർവപക്ഷം പറയുന്നത്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ വിമർശിക്കുന്നവർ പറയുന്നത്, ദേവന്മാർക്ക് ആകാരമില്ല, അവര് നിരാകാരമാണ്, കേവലം മന്ത്രങ്ങളിലൂടെയാണ് ദേവന്മാരെ പരിചയപ്പെടേണ്ടത്, അതാണ് വൈദിക രീതി എന്നൊക്കെ പറയുന്ന വാദത്തിന് എതിരായിട്ട് എന്തുകൊണ്ട് ദേവന്മാരുടെ ഒരു ആകാരം നമ്മൾ കൽപ്പിക്കണം, ആകാരത്തിന്റെ ആവശ്യകത എന്ത് എന്ന് വൈദിക ശാസ്ത്ര നിയമപ്രകാരം തന്നെ അവിടെ സമർത്ഥിക്കുന്നതാണ് ഈ ദേവതാധികരണത്തിന്റെ പ്രത്യേകത.
മീമാംസാ ദർശനത്തിലും അതുപോലെ ദേവതാധികരണമുണ്ട്. അവിടെ പറയുന്നത് പക്ഷത്തെ ഇവിടെ പൂർവപക്ഷമായിട്ട് എടുത്ത് അതിന് സമർത്ഥിക്കുന്ന ഭാഗവും അവിടെയുണ്ട്. അപ്പോ എന്താ അതിന്റെ സാരം എന്ന് ചോദിച്ചാൽ, ആചാര്യസ്വാമിജികളുടെ ഈ സ്തോത്ര രചന വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത് ഭഗവാന്റെ നിർഗുണവും നിരാകാരവുമായിട്ടുള്ള രൂപം, പരമാത്മാവിന്റെ രൂപം എങ്ങനെയാണോ സത്യമായിരിക്കുന്നത്, പരമമായിരിക്കുന്നത്, സച്ചിദാനന്ദമായിരിക്കുന്നത്, ജന്മാദ്യസ്യ യഥോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാട് എന്നൊക്കെ ശ്രീമദ് ഭാഗവതം പറയുന്ന ആ ഒരു തത്വം, സത്യം പരമായിട്ടുള്ള ആ തത്വം അതെങ്ങനെയാണോ പരമമായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സഗുണവും സാകാരവുമായിട്ടുള്ളത്. പല തലത്തിലും നമ്മുടെ ഭാരതീയ സംസ്കാരത്തില് എല്ലാവരെയും അംഗീകരിക്കാൻ, എല്ലാവർക്കും അവരവരുടെ തലത്തിൽ സാധന ചെയ്യാനുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആശ്രമ വിധിപ്രകാരവും വർണ്ണവിധിപ്രകാരവും പുരുഷ സ്ത്രീ ഭേദങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സാധനങ്ങളെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ ഒരു മൂർത്തിമത് രൂപമാണ് ശ്രീമദ് ഭഗവത്ഗീതയിൽ നമ്മൾ കാണുന്നത്. അപ്പൊ അതിലെ സഗുണത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്. നേരത്തെ ഞാൻ ഉദ്ധരിച്ച വാക്യത്തിൽ പറഞ്ഞതുപോലെ സത്വശുദ്ധികരത്വേന വസ്തുതത്വ അവഭാസകത്വാത് അദ്വൈതജ്ഞാനോപകാരകാണി എന്നാണ് ഭാഷ്യകാരൻ പറയുന്നത്. അപ്പൊ അങ്ങനെ അദ്വൈതജ്ഞാനത്തിന് ഉപകാരമാകുന്ന ഒരു തലത്തില് ആ സഗുണ ഉപാസനകൾക്കും സ്ഥാനമുണ്ട്. പിന്നെ നിരാകാരത്തിലേക്ക് എത്താൻ ആലംബനമായിട്ട് അധികം പേർക്കും, അധികം അധികാരികൾക്കും, അധികം ജിജ്ഞാസുകൾക്കും ആലംബനമായിട്ട് സാകാരത്തെ സ്വീകരിച്ചേ മതിയാവും. അപ്പോ ഒരു ആചാര്യൻ, ഭഗവത്പാദ ശങ്കരാചാര്യ പോലുള്ള ഒരു മഹാനായിട്ടുള്ള ആചാര്യൻ, അദ്ദേഹം ജഗദ്ഗുരു പദത്തെ പ്രാപിച്ച ആളാണ്, നമുക്കറിയാം. ഈ ജഗദ്ഗുരു പദത്തിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള മഠങ്ങളിലൊക്കെ ശങ്കരാചാര്യമാർ സ്വാമിജിമാരുടെ അവരുടെ ടൈറ്റിൽ അവർ പേരെഴുതുമ്പോ അവിടെ ജഗദ്ഗുരു ശങ്കരാചാര്യ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേരെഴുതുക. അപ്പോ അതത് മഠത്തിലുള്ള ദക്ഷിണാംനായത്തിൽ ഇപ്പൊ നമുക്ക് ശൃംഗേരി മഠമാണുള്ളത്. അതത് മഠത്തിലുള്ള ആചാര്യന്മാര് ആചാര്യസ്വാമിജികളുടെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അവിടെ നിയമം വച്ചിരിക്കുന്നത്. അവർക്കെല്ലാം ഈ ജഗദ്ഗുരു പദമുണ്ട്. അപ്പൊ ജഗദ്ഗുരു പദത്തിന്റെ അർത്ഥം തന്നെ ഇതാണ്. ഈ ജഗദ്ഗുരു പദം ലഭിക്കുന്നത് എല്ലാത്തിനെയും അംഗീകരിക്കുകയും ആ അംഗീകരിച്ചിട്ട് അതതിന്റെ സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുകയും ഇനി ഏതെങ്കിലും മാർഗത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി കൊടുക്കുകയും അവരെ വീണ്ടും സാത്വികമായ മാർഗത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ട സാധനങ്ങൾ, വിഹിതങ്ങളായിട്ടുള്ള സാധനങ്ങൾ വിധിച്ചു കൊടുക്കാനുള്ള യോഗ്യതയും പാണ്ഡിത്യവും അനുഭവമുള്ള ആചാര്യനെയാണ് ജഗദ്ഗുരു എന്ന് പറയുന്നത്. ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾക്ക് മുമ്പ് ഈ ടൈറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ്. ജഗദ്ഗുരു എന്ന പദം ഉപയോഗിച്ച് കാണുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനിലാണ്. മറ്റാർക്കും അങ്ങനെ ആ ഒരു പദം ഉപയോഗിച്ച് കാണുന്നില്ല. ഇപ്പോ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾക്ക് ശേഷം ശരിക്ക് ആർക്കും ഈ ജഗദ്ഗുരു പദം കിട്ടിയിട്ടില്ല. അത് സർവജ്ഞപീഠം, കാശ്മീരിലെ ശാരദാ പീഠമായിട്ടുള്ള സർവജ്ഞപീഠം ആരോഹണം ചെയ്യുമ്പോൾ ആചാര്യസ്വാമിജികളുടെ അവസാനത്തെ വലിയൊരു പ്രാപ്തിയായിരുന്നു അത്. ആ സർവജ്ഞപീഠത്തിൽ ആരോഹണം ചെയ്ത ആളിനാണ് ഈ ജഗദ്ഗുരു പദം ലഭിക്കുക. ഇന്ന് അതിനെ വ്യാഖ്യാനിക്കുന്നത് വേറെ രീതിയിലാണ്. ഇന്ന് എല്ലാവരും ആ പദത്തിന്റെ മഹിമ കണ്ട്, ആ പദത്തിന്റെ പ്രശസ്തി കണ്ട് എല്ലാവരും ജഗദ്ഗുരു പദം ചേർക്കുന്നുണ്ട്. മറ്റു വൈഷ്ണവരും ഒക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനത്രയും വ്യാപകമായൊരർത്ഥമുണ്ട്. ആ ജഗദ്ഗുരു പദത്തെ പ്രാപിക്കാൻ സാധിച്ചത് ആചാര്യസ്വാമിജികള് ഈ പറഞ്ഞ നിയമങ്ങള്, നിർഗുണവും സഗുണവും സാകാരവും നിരാകാരവും കർമ്മവും ഭക്തിയും ജ്ഞാനവും വേദാന്തവും ഉപാസനയും അതുപോലെ തന്ത്രവും ശാസ്ത്രവും ഒക്കെ, ഈ മനുസ്മൃതികളായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ
അതത് തലങ്ങളിൽ അതത് വേണ്ട നിയമങ്ങൾക്കനുസരിച്ച് വ്യവസ്ഥിതമാക്കി എന്നുള്ളത് കൊണ്ടാണ്. ആചാര്യസ്വാമിജികള് അദ്ദേഹത്തെ കുറിച്ച് എത്ര തന്നെ പറഞ്ഞാലും നമുക്ക് എന്താ പറയാ തീരില്ല. ആ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കാൻ ഇപ്പൊ മഠങ്ങളിലൂടെ ആയാലും അതുപോലെ തന്നെ അമ്പലങ്ങളെ പുനരുദ്ധരിച്ചുകൊണ്ടായാലും അതിനെ വ്യവസ്ഥിതമാക്കാൻ അദ്ദേഹം ആജീവനം പരിശ്രമിച്ചു എന്നാണ്. മുഴുവൻ ജീവിതവും ഈ ഒരു വ്യവസ്ഥാ സ്ഥാപനത്തിന് വേണ്ടി ആചാര്യസ്വാമിജികൾ തുടർന്നു. ഒരു നിമിഷം പോലും സനാതന ധർമ്മത്തിന് വേണ്ടി അല്ലാതെ അദ്ദേഹം ജീവിച്ചില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതെങ്ങനെയാ സാധിച്ചത് അദ്ദേഹത്തിന്? ഇന്നും ആ വ്യവസ്ഥ ഇത്രയും ആയിരക്കണക്കിന് വർഷമായിട്ടും ആ വ്യവസ്ഥ അങ്ങനെ തന്നെ തുടരുന്നു. അതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരും അംഗീകരിക്കുന്നവരും അംഗീകരിക്കാത്തവരും ഒക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ വ്യവസ്ഥയിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോ ഭഗവാൻ ബദ്രിനാഥന്റെ അമ്പലം മുതൽ തുടങ്ങി നമുക്ക് ഗുരുവായൂർ ക്ഷേത്രം വരെയുള്ള അമ്പലങ്ങൾ ഭാരതത്തിൽ എത്രയോ അമ്പലങ്ങളുണ്ട്. അവിടെയൊക്കെ പല സ്ഥലത്തും നമ്മൾ പോകുമ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ പൂജാ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ആചാര്യസ്വാമിജികളാണെന്നാണ്. ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ പുനരുദ്ധരിച്ചത് സ്വാമിജികളാണ്. ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം ഉണ്ടാക്കി. അപ്പൊ ഇതൊക്കെ പുരാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അതിനെ അതുപോലെ ലോകരിൽ എത്തിച്ച് പ്രചാരത്തിൽ എത്തിച്ച് ചെയ്യാൻ സാധിക്കും. പുരാണങ്ങൾ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് സ്കന്ദ പുരാണങ്ങളിലും മറ്റു പുരാണങ്ങളിലും ലിംഗപുരാണത്തിലും ഒക്കെ വർണ്ണനയുണ്ടെന്ന് വെക്കുക. പക്ഷെ ഇതൊന്നും സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. സാധാരണക്കാർക്ക് അതിലേക്ക് എത്താനേ സാധിക്കുന്നില്ല. ഇപ്പൊ ദ്വാദശ ജ്യോതിർലിംഗങ്ങളെ കുറിച്ച് പ്രചാരത്തിൽ വന്നത് തന്നെ ഈ അടുത്ത വർഷങ്ങളിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആ സ്ഥാനങ്ങളെ പ്രചാരത്തിലേക്ക് കൊണ്ടുവരാൻ ആചാര്യസ്വാമിജികള് ദ്വാദശ ജ്യോതിർലിംഗ സ്തോത്രം പോലെയുള്ള സ്തോത്രങ്ങൾ ഉണ്ടാക്കി അതിനെ പരിചയപ്പെടുത്തി. എത്ര വലിയൊരു കാര്യമാണെന്ന് നോക്കാം. വ്യാവഹാരിക ദൃഷ്ടിയിൽ തന്നെ നമ്മൾ ചിന്തിച്ചാൽ, ഇന്നത്തെ നമ്മുടെ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾ ചിന്തിച്ചാൽ തന്നെ ഒരു മഹത് കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഉപാസനകളെ ഒക്കെ സുദൃഢമാക്കാൻ, ആ ആചാരങ്ങളെ ഒക്കെ സുദൃഢമാക്കാൻ അതിനെ ഉദ്ദേശിച്ചാണ് ഈ സ്തോത്ര ഗ്രന്ഥങ്ങൾ രചിച്ചത്. ഇനി ഈ സ്തോത്ര ഗ്രന്ഥങ്ങൾ രചിച്ച കഥയെക്കുറിച്ച് പറയാനുള്ള ചില കാര്യങ്ങൾ പലതും അതിലും വിവാദങ്ങളുണ്ട്. ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ ആചാര്യസ്വാമിജികൾ ഇരുന്ന് രചിച്ചോ? അത് വാസ്തവത്തില് അദ്ദേഹം നമുക്കറിയാം 3 വട്ടം ഭാരതം മുഴുവൻ ദിഗ്വിജയ യാത്ര നടത്തി. ആ യാത്ര നടത്തുന്ന സമയത്ത് പല അമ്പലങ്ങളിലും പല വിശേഷ പുണ്യതീർത്ഥങ്ങളിലും ഒക്കെ എവിടെയൊക്കെ പണ്ഡിതന്മാരുണ്ടായിരുന്നോ, ശാസ്ത്രാർത്ഥം ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടായിരുന്നു, അവിടെയൊക്കെ ആചാര്യസ്വാമിജികൾ അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. ഇപ്പൊ മണ്ഡല മിശ്രന്റെ ഒക്കെ കഥ നമുക്കറിയാം, കാശിയിലുള്ള ശാസ്ത്രാർത്ഥങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ അതത് ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോ അവിടുത്തെ ഇഷ്ടദേവതയെ സ്തുതിച്ചുകൊണ്ട് ആചാര്യസ്വാമിജികൾ സ്തോത്രങ്ങൾ എഴുതി. ആ സ്തോത്രങ്ങൾ ശിഷ്യന്മാര് പകർത്തി. പിന്നീട് അത് രാജാക്കന്മാരാണ് സംരക്ഷിച്ചത്. കാരണം അന്ന് ആചാര്യസ്വാമിജികളെ പൂജിച്ചിരുന്ന, ആദരിച്ചിരുന്ന, അദ്ദേഹത്തെ ഗുരുവായിട്ട് കണക്കാക്കിയിരുന്ന അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. ഗൃഹസ്ഥ ശിഷ്യന്മാരുണ്ടായിരുന്നു ആചാര്യസ്വാമിജികൾ. ശ്രീവിദ്യാർണവ തന്ത്രം എന്നൊരു പുസ്തകമുണ്ട്. ആ ശ്രീവിദ്യാർണവ തന്ത്രം വിദ്യാരണ്യ മുനിജിയുടെ പുസ്തകമാണ്. വിദ്യാരണ്യ മുനി നമുക്കറിയാം വേദാന്ത ശാസ്ത്രങ്ങളുടെ വലിയ പണ്ഡിതനായിരുന്നു. ദക്ഷിണാംനായ ശ്രീ ശാരദാ മഠത്തിന്റെ ശങ്കരാചാര്യസ്വാമിജി പീഠത്തിൽ അലങ്കൃതനായിരുന്നു 13ാമത്തെ നൂറ്റാണ്ടില്. അതായത് 1380 മുതല് 1386 വരെ ശൃംഗേരിയില് ശങ്കരാചാര്യ സ്വാമിജികളായിരുന്നു വിദ്യാരണ്യ മുനികൾ. 1387 അദ്ദേഹം സമാധിയാകുന്നത്, അദ്ദേഹത്തിന്റെ ശരീരം ത്യജിക്കുന്നത്. അപ്പൊ അത്രയും വിദ്വത് വരിഷ്ഠനായിട്ടുള്ള സ്വാമിജികള് എഴുതിയ ഒരു തന്ത്രഗ്രന്ഥമുണ്ട്, ശ്രീവിദ്യാർണവ തന്ത്രം എന്നാണ് അതിന്റെ പേര്. അതില് ശങ്കരാചാര്യ സ്വാമിജികളുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരെ കുറിച്ചും അതുപോലെ അദ്ദേഹത്തിന്റെ പരമ്പരയില് ആ ദീക്ഷ സ്വീകരിച്ചിട്ടുള്ള രാജാക്കന്മാരെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. ഇത് സാധാരണ എല്ലാവർക്കും അറിയില്ല. സാധാരണ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് 4 ശിഷ്യന്മാര്, പദ്വാദാചാര്യര്, ഹസ്താമലകാചാര്യര്,
സുരേശ്വരാചാര്യര്, തോടകാചാര്യര്, 4 ശിഷ്യന്മാരെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാവുന്നത്. നമ്മൾ പ്രസിദ്ധമായിട്ട് കാണുന്നത് അതാണ്. പക്ഷേ ഈ പരമ്പരയെ കുറിച്ചും അവിടെ വർണ്ണിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അനേകം രാജാക്കന്മാരൊക്കെ അന്നത്തെ കാലത്ത് ആചാര്യസ്വാമിജികളുടെ ശിഷ്യരായിരുന്നു. അവരെല്ലാം ആ ഗുരുവിന്റെ ആ പദങ്ങള്, ആ വാക്കുകള്, സ്തോത്രങ്ങളൊക്കെ എഴുതി സംരക്ഷിച്ചു എന്നാണ് കണക്കാക്കേണ്ടത്. അല്ലാതെ ആചാര്യസ്വാമിജികൾ ഒരു സ്ഥലത്ത് ഇരുന്ന് ഇന്ന് നമ്മൾ പുസ്തകം എഴുതുന്ന മാതിരി ഇങ്ങനെ എഴുതി ഉണ്ടാക്കിയതല്ല. അതത് സമയത്ത് സ്പോണ്ടേനിയസ് ആയിട്ട്, അദ്ദേഹം ആശു കവിയായിരുന്നു, സിദ്ധ കവിയായിരുന്നു, അദ്ദേഹത്തിന് സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. ഈ കഥകളൊക്കെ നമുക്കറിയാം. സൗന്ദര്യ ലഹരിയില് അത് ആചാര്യസ്വാമികൾ പറയുന്നുമുണ്ട്. അപ്പൊ അതെല്ലാം വച്ചു നോക്കുമ്പോ ആ ഒരു പ്രാഗൽഭ്യത്തിലാണ്, ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ ദേവി അനുഗ്രഹത്തിലാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചത്. അത് അവതാര പുരുഷനായിരുന്നു കൊണ്ടാണ് അതെല്ലാം സാധിച്ചത്. അപ്പൊ ഇങ്ങനെ കർമ്മത്തിനും ജ്ഞാനത്തിനും ഭക്തിക്കും എല്ലാത്തിനും വ്യവസ്ഥ കൽപ്പിച്ച്, ഇപ്പോ ബ്രഹ്മസൂത്രത്തിലെ നേരത്തെ ഞാൻ ഉദ്ധരിച്ച സൂത്രം പറയുന്നത് പോലെ സർവാപേക്ഷ യജ്ഞാതി ശ്രുതേ, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് കൽപ്പിച്ച്, അവിടെ ഒരു വാക്യം ആചാര്യസ്വാമിജികൾ പറയുന്നത് കേട്ടാൽ, ഈശാവാസ്യ ഉപനിഷത്തിൽ ആചാര്യസ്വാമിജികളുടെ ഭാഷ്യത്തിൽ ഒരു വാക്യമുണ്ട്, നഹി ശാസ്ത്രവിഹിതം കിഞ്ചിത് അകർത്തവ്യതാമീയാത്. അർത്ഥം എന്തെന്ന് വെച്ചാൽ, ശാസ്ത്രത്തിൽ പറഞ്ഞ ഒരു വാക്യം പോലും അനർത്ഥമല്ല. ശാസ്ത്രവിഹിതം കിഞ്ചിത് അനർത്ഥം ഒന്നും തന്നെ അനർത്ഥമാകുന്നില്ല, അകർത്തവ്യമാകുന്നില്ല. അത് ഏത് സ്ഥാനത്ത് എപ്പോ കർത്തവ്യമാണ്, എങ്ങനെ കർത്തവ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വേണ്ടത്. വേദാന്ത ജ്ഞാനം ഏറ്റവും ഉത്തമമാണെന്ന് പറയുമ്പോ മറ്റ് ജ്ഞാനങ്ങളെല്ലാം ത്യാജ്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇല്ല. എന്താ എങ്ങനെ അർത്ഥം വരിക? ഇപ്പോ PhD ഏറ്റവും വലിയ ഡിഗ്രിയാണ് എന്ന് നമ്മളിപ്പോ വിദ്യാഭ്യാസ രീതിയിൽ പറഞ്ഞാൽ PhD ഒരു വലിയ ഡിഗ്രി ആണെന്ന് പറയാം. പക്ഷെ അതിന്റെ അർത്ഥം 10ാം ക്ലാസ്സോ 1ാം ക്ലാസ്സോ അല്ലെങ്കിൽ ഡിഗ്രിയോ മോശമാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് നമ്മുടെ ഈ വിഷയത്തില് സ്തോത്രങ്ങളെ സംബന്ധിച്ച് സ്വാമികളുടെ സ്തോത്രങ്ങളെയും അനേകം പ്രകരണ ഗ്രന്ഥങ്ങളെയും നമുക്കിന്ന് കേട്ടറിയാവുന്നിടത്തോളം പലർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തത് അവര് ഈ ഒരു എന്താ പറയാ ഒരു ലാടത്തിലൂടെ മാത്രം നോക്കുന്നത് കൊണ്ടാണ്. അതിന് വളരെ വ്യാപകമായ അർത്ഥമുണ്ടെന്നും ആ വ്യാപകമായ അർത്ഥം മനസ്സിലാക്കി സംസ്ഥാപിതമായതുകൊണ്ടാണ് ഭഗവത്പാദ ആചാര്യസ്വാമിജികള് ജഗദ്ഗുരുവായി വാഴ്ത്തപ്പെട്ടത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സർവജ്ഞ പീഠം ആരോഹണം ചെയ്യാൻ സാധിച്ചത്. അപ്പൊ ഇതെല്ലാം ഈ സ്തോത്ര ഗ്രന്ഥങ്ങളെ നമ്മൾ പഠിക്കുമ്പോ ഓർക്കണം, മനസ്സിലാക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളുടെ ചില ലക്ഷണങ്ങള്, ചില ഉദാഹരണങ്ങള് ഇനി അടുത്ത നമ്മുടെ നാളത്തെ സെക്ഷനിൽ നമുക്ക് ചില സ്തോത്രങ്ങളുടെ ഒരു ചെറിയൊരു പരിചയം അവിടെ പറയാം. പിന്നെ നിങ്ങൾ നിങ്ങൾ അനേകം സ്തോത്രങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ആ സ്തോത്രങ്ങളുടെ അർത്ഥം ശ്രവിക്കും. അപ്പോൾ അതെല്ലാം കൂടുതൽ വിശദമാവുകയും ചെയ്യും. നമുക്ക് ആചാര്യസ്വാമിജികളുടെ ഭാഷ്യങ്ങളൊന്നും മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിലും, അതിന് സമയം ലഭിച്ചില്ലെങ്കിലും, കുറഞ്ഞ പക്ഷം അദ്ദേഹത്തിന്റെ സ്തോത്രങ്ങളെങ്കിലും പഠിച്ച് അതിന്റെ ഗഹനമായ അർത്ഥം നാം മനസ്സിലാക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ വലിയ മാറ്റത്തിന് സഹായിക്കും. നമ്മൾ ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് 2021 വളരെ വ്യാപകമായിട്ട് സൗന്ദര്യ ലഹരി സ്തോത്രത്തിന്റെ ഒരു എന്താ പറയാ ഒരു യജ്ഞം തന്നെ നടത്തിയിരുന്നു. പലരും നിങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാകാം. ലക്ഷക്കണക്കിന് ആൾക്കാര് അതില് സംയുക്തരായിരുന്നു. അവർക്കൊക്കെ അതുകൊണ്ട് വലിയ ഉപകാരം സംഭവിച്ചിട്ടുണ്ട്. ദക്ഷിണാംനായ ശൃംഗേരി മഠത്തിന്റെ തന്നെ ശാഖയായിട്ടുള്ള മൈസൂരുള്ള മഠത്തിലുള്ള പരമപൂജ്യ ശ്രീ ശങ്കരഭാരതി സ്വാമിജികളുടെ നേതൃത്വത്തിലാണ് ആ സംരംഭം നമ്മൾ തുടങ്ങിയത്. കേരളത്തിൽ അത് വളരെ നല്ല രീതിയിൽ ഏകദേശം 80-85 രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഓൺലൈനായിട്ട് പങ്കെടുത്ത് അത് പഠിച്ചിട്ടുണ്ട്. ഇന്നും അതിൽ പലരും അത് അഭ്യസിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് അനേകം മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സൗന്ദര്യലഹരി പോലുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് തന്ത്രശാസ്ത്രത്തിന്റെ മുഴുവൻ സാരമാണ്, നിങ്ങൾക്കറിയാം.
അപ്പൊ അങ്ങനെയുള്ള ഈ സ്തോത്രങ്ങൾ, ചെറിയ ചെറിയ സ്തോത്രങ്ങള് നമുക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ സാധിക്കുമോ, എത്രയൊക്കെ സാധിക്കുമോ ആ രീതിയിൽ നമ്മളത് പഠിച്ചാലും അതിന്റെ ആന്തരികാർത്ഥം ഭാവിയില് ആചാര്യസ്വാമിജികളുടെ വാക്യം ഉദ്ധരിച്ചതുപോലെ തന്നെ സത്വശുദ്ധിക്ക് കാരണമാകുകയും നമുക്ക് നമ്മുടെ ജീവിതത്തില് പരമപുരുഷാർത്ഥത്തെ സാധ്യമാക്കാൻ സഹായിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രഭാഷണത്തിന്റെ ഈ ഒരു ആവശ്യം ഇവിടെ സമാപിപ്പിക്കുന്നു. ഭഗവത് പാദ ശങ്കരാചാര്യ സ്വാമികളുടെ തന്നെ ചരണാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാവരും ഇതില് ഇനിയും കൂടുതൽ വ്യവസ്ഥിതമായിട്ട് നിയമിതമായിട്ട് ഇക്കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം സ്വാമിജി. ആർക്കെങ്കിലും ചുരുങ്ങിയ വാക്കുകളിൽ ഇന്ന് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നാളെയും കൂടി ഒരു സെഷൻ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇന്ന് പങ്കെടുത്ത എല്ലാവരും നാളെ നടക്കുന്ന സെഷനിലും കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും ഈ സത്സംഗത്തിൽ പങ്കെടുപ്പിച്ചുകൊള്ളുക. ഇനിയൊരു അവസരം നമുക്ക് ഇതുപോലെ കിട്ടിയെന്ന് വരില്ല. PSRC പല പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട്. എങ്കിലും ശങ്കരദർശനം എന്ന ഈ വെബിനാറിന്റെ അവസാന ഭാഗത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം വളരെ നല്ല രീതിയിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ സംശയങ്ങൾ ചുരുങ്ങിയ വാക്കിൽ ഒതുക്കിയാൽ കൊള്ളാം. നാളെ നമുക്ക് കുറച്ച് ദീർഘനേരം പോകാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ബാക്കി നാളെ ഉണ്ടാവാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. സ്വാമിജി നമസ്കാരം. എൻ്റെ പേര് അരുൺ, ഞാൻ എറണാകുളത്തു നിന്നാണ്. എനിക്ക് ഈ ചിത്തശുദ്ധിയെ പറ്റി ഒരു സംശയമുള്ളത്, ഇത് ഈ നമ്മുടെ കാമം, ക്രോധം, രാഗം, ദ്വേഷം, ലോഭം, മതം, മാത്സര്യം മുതലായ ഈ പ്രവണതകളെ കുറയ്ക്കാനുള്ളതാണോ ഈ ചിത്തശുദ്ധി? അല്ല, കുറയ്ക്കുന്നതാണോ ഈ ചിത്തശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇനി അത് ഈ വൈദികമായ സാധനങ്ങളിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ, അല്ലെങ്കിൽ ഇപ്പൊ ബൗദ്ധരൊക്കെ ചെയ്യുന്ന പോലെ ചില ഇപ്പോ മൈത്രി ഭാവന അതുപോലെയൊക്കെയുള്ള സാധനങ്ങളിലൂടെയും ഇത് സാധ്യമാകാൻ വഴിയുണ്ടോ? ഇവിടെ ചിത്തശുദ്ധി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ അരുൺ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മുടെ ചിത്തത്തില് ദൈവികമായ ഭാവം വരാത്തത്, അല്ലെങ്കിൽ നമുക്ക് പരമേശ്വരനെ കുറിച്ച്, പരമേശ്വരന്റെ വ്യാപകമായ രൂപത്തെ, പരമാത്മാവിന്റെ വ്യാപകമായ രൂപത്തെ ചിന്തിക്കാൻ നമ്മുടെ മനസ്സിന് സാധിക്കാത്തത്, അതിൻ്റെ എന്താ പറയാ, ഒരു പരിച്ഛിന്നമായിട്ടുള്ള വളരെ അല്പമായിട്ടുള്ള ഒരു ചിന്താഗതി കൊണ്ടാണ്. അപ്പൊ ആ ചിന്താഗതിയെ അഭ്യസിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വ്യാപകമായിട്ടുള്ള ചിന്തിക്കാൻ കഴിയുന്നില്ല. സ്വന്തം ശരീരത്തെക്കുറിച്ചും സ്വന്തം കുടുംബത്തെക്കുറിച്ചും സ്വന്തം ജീവിതത്തെക്കുറിച്ചും, അല്ലെങ്കിൽ കൂടിയ പക്ഷം സ്വന്തം ഒരു സമൂഹത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സാധിക്കുന്നുള്ളൂ. അതിൽ കൂടുതൽ വ്യാപകമായിട്ടൊരു ചിന്ത മനസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. അത് ആ ഭാഗം കൂടി വേദാന്തത്തിൻ്റെതായിട്ടുണ്ട്. അപ്പൊ കാമക്രോധ ലോഭമോഹ മതമാത്സര്യങ്ങളാകുന്ന ഷഡ്രിപുക്കളും അതിനൊക്കെ ഹേതുവായിരിക്കുന്ന അവിദ്യ, അജ്ഞാനം എന്ന് പറയുന്നതും ഇതൊക്കെ ചിത്തമലങ്ങളാണ്. അപ്പൊ അവിദ്യ എന്ന് പറയുന്നത് അസ്മിത, രാഗദ്വേഷ, അഭിനിവേശങ്ങൾ, അഹങ്കാരം എന്നൊക്കെ പറയുന്നതൊക്കെ ചിത്തമലങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെ ശുദ്ധമാക്കാൻ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജ്ഞാനസാധനങ്ങൾ പോലെയുള്ള അഭയം, സത്വ, സംതൃപ്തി, ജ്ഞാനയോഗ വ്യവസ്ഥിതി എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ പറയുന്നുണ്ട്. ശമാധി സാധനങ്ങള്, സാധനാ ചതുഷ്ടയം, ഇതൊക്കെ അതിനെ സംബന്ധിച്ചതാണ്. പക്ഷെ ഈ സാധനകൾ വെറും ഈ ശുദ്ധീകരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് വിശേഷം. ശുദ്ധീകരണത്തോടൊപ്പം മനസ്സിനെ വ്യാപകമാക്കുകയും ആ വ്യാപകമായ മനസ്സില് ആത്മചൈതന്യത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുക. അതിൽ ആ ബ്രഹ്മാകാര വൃത്തി എന്ന് പറയുന്ന ആത്മജ്ഞാനം, ബ്രഹ്മവിദ്യയെ സ്വീകരിക്കാൻ സാധിക്കുക. അതാണ് അതിന്റെ പരമമായ ലക്ഷ്യം. അപ്പോ
ശുദ്ധീകരണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ശുദ്ധീകരണത്തോടു കൂടി ആത്മജ്ഞാനമാകുന്ന പ്രാപ്തിയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിന്റെ ഒരു സ്വാഭാവികമായ രീതി. അതില് നേരത്തെ പറഞ്ഞതുപോലെ കർമ്മകാണ്ഡവും ഉപാസനാകാണ്ഡവും ജ്ഞാനകാണ്ഡവും 3 കാണ്ഡങ്ങളിലൂടെ ക്രമമായിട്ട് പോകുന്ന രീതിയുണ്ട്. ബൗദ്ധമതത്തിലെയും മറ്റു ഉദാഹരണം പറയാൻ അവിടെ അവരുടെ ഓരോരുത്തർക്ക് അവരവരുടെ സാധനകളുണ്ട്. പക്ഷെ അത് നമ്മുടെ രീതിയിൽ അത് വൈകല്പികമായ സാധനയല്ല. ഇപ്പൊ മൈത്രി കരുണ മുദിത ഉപേക്ഷാണം പുണ്യാപുണ്യ വിഷയാണം എന്നുള്ള ആ ഒരു സാധന എന്ന് പറയുന്നത് അത് ഇപ്പോ യോഗസൂത്രത്തിലുള്ളത് തന്നെയാണ്. അപ്പൊ അത് ഒരു വ്യാവഹാരികമായ ഭാവന മാത്രമാണ്. ആ വ്യാവഹാരിക തലത്തില് സാധകൻ തന്റെ സാധനകൾ നിലനിർത്താൻ എങ്ങനെ വ്യവഹരിക്കണം, എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് മാത്രമാണ് അവിടെ പറയുന്നത്. അല്ലാതെ അത് മുഖ്യമായിട്ടുള്ള സാധനയായിട്ടല്ല പറയേണ്ടത്. അങ്ങനെയാണ് അവരുടെ ഇപ്പൊ ബൗദ്ധ ദർശനത്തിലും ധ്യാനവും ജപവും കുറെ പൂജാവിധികളും അവരുടെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവരുടെ ഇതിലുണ്ട്. അത് അവർ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന ജ്ഞാനം അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലേക്ക് അവർ തുടരും. അപ്പൊ അത് ദർശന ശാസ്ത്രങ്ങൾ അനുസരിച്ചിട്ടുള്ള വ്യത്യാസം ഉണ്ടാവും. വൈദിക നിയമപ്രകാരം നിത്യകർമ്മങ്ങള് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഉപനയന കാലം തൊട്ട് തുടങ്ങിയിട്ടുള്ള ആ കുട്ടിക്കാലം തൊട്ട് തുടങ്ങുന്ന നിത്യകർമ്മങ്ങളുടെ ആജീവന അനുഷ്ഠാനം, അതിനോടൊപ്പം അതാത് സമയങ്ങളിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള ഈ തത്വജ്ഞാനത്തിന്റെ വഴികളൊക്കെ സ്വീകരിക്കുക. അപ്പോ ഇനി ഈ കർമ്മങ്ങളിൽ പ്രവേശിക്കാത്തവരും നമ്മുടെയൊക്കെ സംസ്കാരത്തിൽ പറയുന്ന പോലുള്ള നിത്യകർമ്മങ്ങള് അനുഷ്ഠിച്ചു കൊണ്ടുപോയാൽ അത് അന്ധകരണ ശുദ്ധിക്ക് വരുമെന്നാണ് വേദാന്ത ശാസ്ത്രം പറയുന്നത്. അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ വളരെ വിസ്തരിച്ച് അനേകം അധ്യായങ്ങളിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. നമസ്കാരം സ്വാമിജി, നന്ദി. ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ സാകാര ഭക്തിയെ പറ്റിയിട്ട് കൂടുതൽ വർണ്ണിക്കുന്നത് നിർഗുണത്തെ പറ്റി കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് അങ്ങനെയാണല്ലോ. അത് ഇപ്പൊ സ്വാഭാവികമായിട്ടും സാകാരം എന്ന് പറയുന്ന തലത്തിൽ, മനസ്സിലാകുന്ന തലത്തില് അതിനെ വർണ്ണിക്കുന്നു. അത് കഴിഞ്ഞ് നിരാകാരത്തിലേക്ക് പോകണം. നിരാകാരമാണ് പരമമായിട്ടുള്ളത്, അല്ലെങ്കിൽ അതാണ് ഒരു ക്രമം. അപ്പൊ സാകാര സാപേക്ഷമല്ല നിരാകാരം, പക്ഷേ അത് മനസ്സിലാകുന്ന തലത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികളുടെ ഒരു മനസ്സറിഞ്ഞ് കുട്ടികളുടെ രീതിയിലാണല്ലോ പഞ്ചതന്ത്രങ്ങൾ പോലുള്ള കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ തത്വമുണ്ടെന്ന് അവർ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ കുറെ പ്രായമാകുമ്പോഴായിരിക്കാം. പക്ഷെ ആ സമയത്ത് അവർ അതിൽ നിന്ന് കേട്ട് പഠിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവും. ആ തലത്തിൽ അതിനെ അങ്ങനെ നിർത്തുന്നു. അതുപോലെ അതത് തലങ്ങളിലാണെന്ന് ഇപ്പൊ തന്നെ നേരത്തെ ഞാൻ ഉദ്ധരിച്ച വാക്യത്തിൽ ആചാര്യസ്വാമിജികൾ പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. അപ്പോ സാകാര പരിണാമ പ്രക്രിയാം ച ആശ്രയതി സഗുണേഷു ഉപാസനേഷു ഉപയോക്ഷ്യന്തേ. അപ്പൊ സഗുണ ഉപാസനകളും ഇവിടെ തന്നെ ഉണ്ട്, ഉപനിഷത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഉദ്ഗീതോപാസന, സാമ, മധുവിദ്യ, ഗായത്രി വിദ്യ എന്നൊക്കെ പറയുന്ന അനേകം വിദ്യകള്, ശാണ്ഡില്യ വിദ്യ എന്നൊക്കെ ഉള്ള ജ്ഞാനമായിട്ടുള്ള ഉപാസനകള്, പ്രാണോപാസനകള്, പഞ്ചാഗ്നി വിദ്യ, ഇതൊക്കെ ഉപനിഷത്തുകളിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അതില് സാകാരവും തത്വാധിഷ്ഠിതമായിട്ടുള്ളതും അങ്ങനെ പലതരത്തിലും പെടും. ഒരു സംശയം കൂടി. ഇത് ഈ പ്രഭാഷണമായിട്ട് ബന്ധമായിട്ട് വന്നിട്ടുള്ളതല്ല, അങ്ങേ കണ്ടുകൊണ്ട് ചോദിക്കുന്നു മാത്രം. ഈ സാധാരണ പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്നുള്ള 2 മാർഗങ്ങൾ പറയുമ്പോൾ അതിലിപ്പോ നമ്മൾ യോഗമാർഗത്തിലും സാധാരണ ഈ ഭക്തിയോഗം, കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം എന്നുള്ള 4 മാർഗങ്ങളിൽ കർമ്മയോഗം ജ്ഞാനയോഗം അതിൽ വരുന്നുണ്ട്. ഭക്തിയോഗം അല്ലെങ്കിൽ രാജയോഗം ഇത് രണ്ടും കൂടുതലായിട്ട് പ്രതിപാദിച്ച് കാണുന്നില്ല. അത് ഈ പ്രവൃത്തി നിവൃത്തിയിൽ എവിടെയാ കൊണ്ട് കൊള്ളിക്കാൻ പറ്റുക, അതൊന്ന് വ്യക്താക്കി തരുമോ? ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം. അതേ ഇപ്പൊ രാജയോഗം എന്ന് പറയുന്നത് ധ്യാന പതഞ്ജല യോഗമായിട്ടായാലും മതി. ആ പതഞ്ജല യോഗം എന്നുള്ള കൺസെപ്റ്റ്
അല്ല, ഏതായാലും അത് പതഞ്ജല യോഗം എന്ന് പറയുന്ന ധ്യാന വിദ്യകൾ തന്നെയാണ് അതിൽ പറയുന്നത്. ധ്യാനമാണ് അതിന്റെ മുഖ്യമായിട്ടുള്ള വിഷയം. ധ്യാനത്തിൽ നിന്ന് സമാധിയിലേക്ക് പോകുന്നത്. അപ്പൊ അത് ഈ ഒരു ഭക്തിയെ തന്നെ ഇപ്പൊ നമ്മള് ഒരു കർമ്മം എടുത്താൽ, വേറെ ഒരു കർമ്മം എടുത്ത് അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗണപതി ഹോമം എന്താ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പൊ ഒരു ഗണപതി ഹോമം പൂർത്തിയാക്കുമ്പോൾ തന്നെ അതിൽ കർമ്മമുണ്ട്, അതുപോലെ തന്നെ ധ്യാനമുണ്ട്. ഇപ്പൊ ഗണപതി ഭഗവാന്റെ ധ്യാന ശ്ലോകങ്ങളും പറഞ്ഞ് ആ പൂജകനായിട്ടുള്ള ആള് കണ്ണടച്ചിരുന്ന് കുറച്ച് ധ്യാനിക്കണം എന്നാണ്. അപ്പൊ ആ ധ്യാന ഭാവനയുണ്ട്, അത് കർമ്മകാണ്ഡത്തിൽ തന്നെയുള്ളതാണ്. അപ്പോ ഭക്തിയും ധ്യാനവും അവിടെ വരുന്നു. പിന്നെ മന്ത്രയോഗം എന്ന് പറയുന്ന മന്ത്രം നമ്മളിവിടെ ഉച്ചരിക്കുന്നു. ജപയോഗം, അവിടെ അതത് സ്ഥാനങ്ങളില് മാല കൊണ്ടും കൈകൊണ്ടും ഒക്കെ കരമാല കൊണ്ടും അല്ലെങ്കിൽ രുദ്രാക്ഷമാല കൊണ്ടും ഒക്കെ ജപങ്ങൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് സായുജ്യമായിട്ടുള്ള ആ അവസാന പ്രതിപത്തി സമർപ്പണം, ബ്രഹ്മാർപ്പണം എന്ന് പറയുന്ന പ്രതിപത്തിയെ ശരണാഗതിയായിട്ടുള്ള സമർപ്പണവും നമ്മൾ അവിടെ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗണേശ അഥർവ ശീർഷ ഉപനിഷത്തൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അതിലെന്താ പറയുന്നത്? അത് മുഴുവൻ ഉപനിഷത്തല്ലേ. അപ്പൊ ആ ത്വമേവ തത്വമസി ബ്രഹ്മാസ്മി എന്നൊക്കെയുള്ള ഭാവത്തിൽ തന്നെയാണ് അത് വർണ്ണിക്കുന്നത്. അപ്പൊ ഒരു കർമ്മം മാത്രം എടുത്തു നോക്കൂ, എല്ലാത്തിലും അവിടെ സമന്വയം എന്തൊക്കെ രീതിയിൽ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അഭ്യസിച്ചു വരുന്ന ഒരാളിന് അയാളുടെ താല്പര്യം അനുസരിച്ച്, അയാളുടെ ഭാവന അനുസരിച്ച്, യോഗ്യത അനുസരിച്ച് രാജയോഗമോ ഭക്തിയോഗമോ മന്ത്രയോഗമോ ജ്ഞാനയോഗമോ ഏത് യോഗത്തിലും മുന്നിലേക്ക് പോകാം. അത്രയും സരളമാണ് അത്രയും വ്യവസ്ഥിതമാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ വ്യവസ്ഥ. പക്ഷെ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത വരുന്നത് നമ്മുടെ എഡ്യൂക്കേഷനിൽ, ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിൽ ഇതൊന്നും ഇല്ല. പിന്നെ ഇപ്പോ നമ്മുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പൂർവികര് നമ്മുടെ മുത്തശ്ശന്മാരെന്നൊക്കെ പറഞ്ഞു തരുന്നവരൊന്നും അങ്ങനെയുള്ളവരിപ്പോ പറയാൻ തയ്യാറല്ല. അങ്ങനെ അവർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാനും തയ്യാറില്ല. അപ്പൊ അങ്ങനെ ആ ഒരു കണക്ഷൻ നമുക്ക് വിട്ടുപോയി. പൂർവികരും പൂർവ തലമുറയും ഉത്തര തലമുറയുമായിട്ടുള്ള ഒരു കണക്ഷൻ വിട്ടുപോയി. പിന്നെ നമ്മുടെ സാധാരണ വിദ്യാഭ്യാസത്തിൽ അത് ഇല്ല. അപ്പൊ പിന്നെ എന്താ വഴി? ഇതുപോലുള്ള സത്സംഗങ്ങളിലൂടെയും ഇപ്പൊ നിങ്ങളിപ്പോ സെമിനാർ നടത്തുന്നത് പോലുള്ള ഇത്തരം പരിപാടികളിലൂടെ ഒക്കെ ഇത് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ ജോലി തിരക്കിന്റെ ഇടയിൽ, നമ്മുടെ കുടുംബകാര്യങ്ങൾക്കും ഇടയിലൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടിയിരുന്നത് നേരത്തെ സമയമുള്ള സമയത്ത് പഠിക്കുന്ന കാലത്തൊക്കെ ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ കുറെ കൂടി നമുക്ക് അതിൽ വ്യക്തത വരുമായിരുന്നു. അപ്പൊ ഇങ്ങനെ വരാതിരിക്കുന്ന ഒരു അവസ്ഥ വന്നുപെട്ടിട്ടുണ്ട്. ആ ഒരു അവസ്ഥാവിശേഷത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടുള്ള ചില കോൺഫ്ലിക്റ്റുകളും കൺഫ്യൂഷൻസും ഒക്കെ നമുക്ക് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇത് ആചാരത്തിന്റെ കാര്യത്തിൽ സനാതന ധർമ്മം പോലെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, സയന്റിഫിക് ആയിട്ടുള്ള മറ്റൊരു ആചാര രീതി, ഇത്രയും വേരിയേഷൻസ് ഉള്ള മറ്റൊരു ആചാര രീതി ലോകത്ത് ഒരിടത്തും ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കണം എന്ന് മാത്രം. അപ്പോ ഇവിടെ നമുക്ക് സമാപിക്കാമെന്ന് തോന്നുന്നു അല്ലെ? നന്ദി പ്രകാശനത്തിന് വേണ്ടി കൃഷ്ണപ്രസാദ് പാടിയില്ല. ശരി. PVCRC സംഘടിപ്പിച്ച വൈശാഖ മാസാചരണത്തിന്റെ പരിപാടിയായി ശങ്കർ ദർശനം എന്ന ഈ പുണ്യ പരിപാടിയിൽ നമ്മോടൊപ്പം അറിവുകൾ പകർന്നു നൽകിയ സാമജിക്ക് TVSRCയുടെ പേരിലും എല്ലാ കൂട്ടായ്മകളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അറിയിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നാളെ നടക്കുന്ന അവസാന ദിന പരിപാടിയിലേക്ക് നമ്മുടെ സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പരിപാടി ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. നമസ്തേ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ നാരായണായ.